എന്റെയും നിങ്ങളുടെയും ചരിത്രം കേൾക്കാൻ അത്ര സുഖവുമില്ല. എല്ലാ ചരിത്രവും തന്നെയല്ല അധികം നേരം കേട്ടോണ്ട് ഇരിക്കത്തുമില്ല. തന്നെയല്ല കേട്ടാൽ അങ്ങനെ വലിയ വിടുതലൊന്നും നടക്കില്ല, പിന്നെ മനോദുഃഖം ഉണ്ടായേ പോവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചരിത്രം അധികം പറയാതിരിക്കുന്നതാ നല്ലത്. തന്നെയല്ല അന്യോന്യം എല്ലാവർക്കും എല്ലാവരുടെയും ചരിത്രം അറിയാമല്ലോ ഏറെക്കുറെ. ഒരാള് പുള്ളിയുടെ കുടുംബചരിത്രവും വീടിന്റെ ഒക്കെ പുള്ളിയുടെ ചരിത്രം പറഞ്ഞു, വേറെ ആള് പറഞ്ഞു കൂടുതൽ വിളമ്പാതിരിക്കുന്നതാ നല്ലത്. നോർത്ത് ഇന്ത്യയിൽ പോയി പറഞ്ഞാൽ നമ്മുടെ ചരിത്രം എല്ലാവർക്കും അറിയത്തില്ല. ചെന്നൈയിലെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയാം. തന്നെയല്ല കുടുംബക്കാരിരിക്കും അധികം ചരിത്രം പറയാതിരിക്കുന്നതാ എന്നൊക്കെ മനസ്സിലാകാനിയാണോ? വേറൊരു സംസ്ഥാനത്തോ ജില്ലയിലോ പോയി നമ്മുടെ ചരിത്രം പറഞ്ഞാൽ അവര് ചിലപ്പോൾ കേട്ട് പറയുന്നതിനും കൂടെ ഇരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ ഗ്ലോറി എന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ വീട്ടുകാരും വേണ്ടപ്പെട്ട് അയലത്തുകാരും കേൾക്കാൻ നമ്മുടെ ചരിത്രം അധികം മിണ്ടുന്നില്ല. മിണ്ടുകാരെന്നും എനിക്കറിയാം. അപ്പം നമ്മുടെ എല്ലാം ചരിത്രം മാറ്റി വെച്ചേച്ച് യേശുവിന്റെ ചരിത്രം കേൾക്കുന്നതാണ്. ഇത് നല്ല ചരിത്രമാണ്, കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രമാണ്, കേട്ടോണ്ടിരിക്കുമ്പോൾ വിടുതൽ നടക്കുന്ന ചരിത്രമാണ്. രോഗികളായിട്ട് ആരെങ്കിലും വന്ന് ഈ യേശുവിന്റെ ചരിത്രം കേൾക്കുമ്പോൾ അവർക്ക് രോഗശാന്തി ഉണ്ടാവും. മനോദുഃഖത്തോടെ വിഷമത്തോടെ വിഷണ്ണ മനസ്സോടെ ആരെങ്കിലും ഈ ചരിത്രം കേൾക്കുന്നെങ്കിൽ സ്തുതി എന്ന മേലാണ് ലഭിച്ചുകൊണ്ടിരിക്കും. വളരെ ബന്ധനസ്ഥരായി യാതൊരു വിധത്തിലും വിടുതലെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഈ ചരിത്രം കേൾക്കുമ്പോൾ തന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ ആത്മീയ ഭാഷക കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കും. ഈ ചരിത്രം രോഗികളെ സൗഖ്യമാക്കുന്ന ചരിത്രമാണ്. മുടന്തരെ നടത്തുന്ന, ഊമർക്ക് സംസാര ശേഷി കൊടുക്കുന്ന, കുടർക്ക് കാഴ്ച കൊടുക്കുന്ന, എന്തിനേറെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ചരിത്രം. നല്ല ചരിത്രമാണ് യേശുവിന്റെ ചരിത്രം. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം, അതിൽ 4 പുസ്തകവും യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ആരാണ് യേശു ക്രിസ്തു? എന്തിനാ വന്നത്? എവിടുന്നാ വന്നത്? ഇതിപ്പോഴും ചിലർക്ക് അറിയത്തില്ല. അതിന് ഭാരം കൊടുക്കുന്നപ്പെട്ട കർത്താവ് തന്നെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു എവിടുന്നാ വന്നത്, എന്തിനാ വന്ന്, എങ്ങോട്ടാ പോകുന്നെന്ന്. ഒരു വാക്യം വായിച്ചു, ഒത്തിരി കൊണ്ട് വാക്യമെങ്കിലും തെളിവിനൊന്ന്. ഇപ്പൊ അരി ബന്ധമെന്ന് എല്ലാ അരിയും പിടിച്ച് ഞെക്കണ്ടല്ലോ, ഒരെണ്ണം ഞെക്കിയാ മതി. 16:28 യോഹന്നാൻ വായിക്കും. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. യേശു തന്നെ പറഞ്ഞ കാര്യമാണ്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. അടുത്തത് പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. ഒരു തർക്കവും വേണ്ട, സംശയവും വേണ്ട, ക്ലിയർ ആക്കിയ കർത്താവ് പറഞ്ഞു. പിതാവിന്റെ അടുക്കൽ നിന്ന് എങ്ങനെ പുറപ്പെട്ടു ലോകത്തിൽ. ഈ കർത്താവിനെ പറ്റി പറയുന്നിടത്തെല്ലാം യേശു ഇന്ന് വരെ ഞാന് ജനിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞതെല്ലാം വന്നെന്നാണ്. ഞാൻ ലോകത്തിലേക്ക് ജനിച്ചെന്ന് പറഞ്ഞിട്ടില്ല യേശു, ലോകത്തിലേക്ക് വന്നു. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് തെറ്റിദ്ധരിക്കരുത്, അനീഷ് കാവാലം വന്നു. ഇന്ന് രാത്രി അനീഷ് കാവാലം വന്നു. അപ്പൊ ഞാൻ എവിടെയോ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഈ യോഗത്തിന് വന്നു. അതാണ് അതിന്റെ ശരി പ്രയോഗം. അല്ലാതെ ഇന്ന് രാത്രി അനീഷ് കാവാലം ജനിച്ചു വിവരമുള്ള ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരേലും പറയുന്നെങ്കിൽ നമ്മൾ ഒരു പിരിവെടുത്തവരെ പ്രത്യേക സ്ഥലത്ത് കൊണ്ട് അഡ്മിറ്റ് ആകും. കാരണം പ്രധാന ചികിത്സ കൊടുത്തില്ലെങ്കിൽ അത് പിന്നീട് കുഴപ്പടിയാകും. അപ്പൊ യേശു പറയുക വന്നു, നേരത്തെ ഉണ്ടാകും. കൊലോസ്യ ലേഖനത്തിൽ അതിന് തത്തുല്യമായ ഒരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്.
അവിടുന്ന് സകലത്തിലും മുമ്പ്. 1:15 വായിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനും. എന്നിട്ട് അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായി. മതി, സർവത്തിനും മുമ്പേ ഉള്ളവൻ. അപ്പൊ എല്ലാത്തിനും മുമ്പ് ഉള്ളവനായതുകൊണ്ടാ അവിടുത്തെ പറ്റി പറഞ്ഞത് വന്നെന്ന്. വന്നിരിക്കും, വന്നു. ഇനി ആ വാക്യങ്ങള് മുമ്പേ വായിച്ച വാക്യങ്ങള് നോക്കുമ്പം എവിടുന്ന് വന്നു? പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു. ഇനി മറുവശം എന്റെ വിഷയമല്ല, എങ്കിലും ഇടയ്ക്കൊന്ന് കയറി പറഞ്ഞതേ ഉള്ളൂ. കർത്താവ് എന്തിനാ വന്നെന്ന് കർത്താവ് തന്നെ പറഞ്ഞാലും. നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ കർത്താവ് മിക്കപ്പോഴും പറഞ്ഞത് ഞാൻ മരിക്കാൻ വന്നെന്നാ. യേശു പറഞ്ഞിടത്തെല്ലാം പറഞ്ഞത് ഞാൻ മരിക്കാൻ വന്നെന്നാ. ഞാനും നിങ്ങളും എല്ലാവോ ജീവിക്കാൻ വന്നതാ. ഇരിപ്പ് കാണുമ്പോൾ അറിയാം എല്ലാവരും ജീവിക്കാൻ വന്നതാ. ഇപ്പൊ ഉദാഹരണം, നമ്മളെല്ലാം ജീവിക്കാൻ വന്ന 1-2 തെളിവ്. ഇപ്പൊ ഞാന് സണ്ണിച്ചായൻ, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന പേരങ്ങ് പറയാം, നമ്മുടെ സോമൻ പാസ്റ്റർ അല്ലേ? അതെ. ഇപ്പൊ അവർക്ക് കണ്ടമാനം മധുരം കലക്കി ഒരു കാപ്പിയോ ചായയോ കൊടുത്താൽ പറയും വേണ്ടാന്ന് പറയും. വേണ്ട, നമ്മുടെ ഇന്ന് കുടിക്കാൻ നല്ല മധുരമാണ്, വേണ്ട. അതിന കുറച്ച് നാളൂടെ. എനിക്ക് 2 പേര് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു, എല്ലാവരും ഇതൊക്കെ തന്നെ. കുറച്ച് നാളൂടെ നമ്മളെല്ലാം ജീവിക്കാൻ വന്നതാണ്. ഇന്ന് രാത്രി വിഭവസമൃദ്ധമായ ഭക്ഷണമെല്ലാം ഒരുക്കി, എണ്ണയും വറുത്തതും പൊരിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നിങ്ങളിൽ ചിലർക്ക് തന്നാ പറയും വേണ്ട. അതിനാ വിശക്കുന്നില്ലേ? വിശപ്പുണ്ട്, ഇത് വേണ്ട. അതിനാ ഓ ഇല്ലാണ്ട് വറുത്തതും പൊരിച്ചതും എണ്ണയുള്ളതും ഒക്കെ ഒഴുപ്പ് വെക്കും. അതിനാ ഓ ഞാൻ രാത്രി 2 അതിനാ കുറച്ച് നാളുകൂടെ എല്ലാവരും ജീവിക്കാൻ വന്നത്. വീട്ടിലെ ഒരു ജോലിയും ചെയ്യാത്ത ചില ആൾക്കാർ, എല്ലാവരുടെയും കാര്യം ചില ആൾക്കാർ വെളുപ്പിനെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? റോഡ് അച്ചായന്റെ കയ്യിൽ ഒരു കുറുവടിയും അമ്മാമ്മ സ്ക്രാമ്പും ഒക്കെ കെട്ടി, ആ കൂടെയുള്ള ജോലി അതേ ഉള്ളൂ. എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? കുറച്ച് നാളുകൂടെ അടെ 1-2 കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാനും നിങ്ങളും എല്ലാം ഈ ലോകത്തിൽ വന്ന് ജീവിക്കാൻ. എന്നാൽ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് മരിക്കാനാണ്. വളരെ സ്പഷ്ടമായിട്ട് കർത്താവ് പറഞ്ഞു മരിക്കാനാ വന്നെന്ന്. 1-2 വാക്യം വായിച്ചു. മത്തായി ഇന്ന് വാക്യം വായിച്ചു ഒരുപാട് വരും കേട്ടോ, വായിച്ചോണം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21-ാം വാക്യവും, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 31-ാം വാക്യവും, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യവും, മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 22 മുതൽ പെട്ടെന്ന് വായിച്ചു. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും. കർത്താവ് തന്നെ പറഞ്ഞതാ, അന്ന് മുതൽ പറയുക, പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. ഒന്ന് പ്രസ്താവിച്ചു പിന്നെ മിണ്ടാതിരുന്നല്ല. ആദ്യത്തെ വാക്യം അന്ന് മുതൽ, ഒടുവിൽ എഴുതിയിരിക്കുക പ്രസ്താവിച്ച് തുടങ്ങി. ഒന്ന് പറഞ്ഞേച്ച് പിന്നെ മിണ്ടാതിരിക്കുകയല്ല. അയ്യോ പറഞ്ഞത് അബദ്ധമായല്ലോ, അല്ലല്ല, ഞാൻ അന്നാരത്തെ ഉണർവൻ അങ്ങ് ചാവുമെന്ന് പറഞ്ഞതാ. പ്രിയരെ, എനിക്കിപ്പം പോകാനൊന്നും വലിയ താല്പര്യം ഇല്ല. നിങ്ങൾ അത് കേട്ട് വെട്ടിയൊന്നും കൂട്ടണ്ട. നമ്മൾ ചിലപ്പോ പറയല്ലേ, ഞാൻ മിക്കവാറും ഈയിടെ എന്നാലും ഒറ്റയ്ക്ക് അറിയാതെ അന്നാരത്തെ ഉണർവിന് വീട് പണി തീർന്നിട്ടില്ല, കൊച്ചുങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒത്തിരി കാര്യമുണ്ട്. ദൈവമേ, ഇപ്പോഴൊന്നും എന്നെ. എന്താ യേശു ഒന്ന് പറഞ്ഞേച്ച് നിർത്തുകയില്ല, പറഞ്ഞു തുടങ്ങി. അന്ന് മുതൽ 18-ന്റെ 31 വായിച്ച ലൂക്കോസ്. അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക്
യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് എല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും കൊല്ലുവന്ന മരിക്കുവന്നായി പറഞ്ഞത്. മർക്കോസ് 8:31 വായിച്ചേ. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും കൊല്ലുകയും അവിടെ മരിക്കുമെന്നാ പറഞ്ഞ്. ഇനി മത്തായി 17:22 മുതലൊന്ന് വായിച്ചേ. അല്ല, നിങ്ങൾക്ക് ഞാൻ വാക്യം തരാം. ദൈവദാസം വായിച്ചൊരു അവസരം കൊടുക്കട്ടെ. വേറെ കൊണ്ട് വാക്യം തരാം. യേശു അവരോട് മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനായിരിക്കുന്നു. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനായിരിക്കുന്നു. അടുത്തത് അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. നിങ്ങൾ ഈ പറഞ്ഞ 3-4 വാക്യം പറഞ്ഞു. അവിടെല്ലാം യേശു കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ മരിക്കുമെന്ന്. ഈ മറ്റുള്ള നേതാക്കന്മാരും മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും ചക്രവർത്തികളും സാമ്രാട്ടുമാരും ഇവിടെ വന്ന ഒത്തിരി മിടുക്കന്മാരുണ്ട്. അവരിലെല്ലാം വ്യത്യസ്തനായ യേശു. അതാണ് യേശു ക്രിസ്തുവിന്റെ വിശേഷത. ചിലര് ഒത്തിരി ഫോട്ടോ വെക്കുന്നതിന്റെ കൂടെ യേശുവിന്റെ ഫോട്ടോയിലൊന്നുമല്ല, അണ്ട് തണ്ടക്കാരന്റെ ഫോട്ടോ വലിച്ചേച്ച് മിണ്ടുന്നില്ല. നമ്മളും പോയി എന്റെ വിവരദോഷി അങ്ങനെയാണോ യേശുവിന്റെ ഫോട്ടോ? ഇവിടെ ഒരു വരകാലം വരച്ചാലും ഒക്കത്തില്ല. ഒക്കത്തില്ല. വലിയ വരകാരനാണല്ലോ രവിവർമ്മ. പുള്ളി വരച്ചാ പുള്ളി കണ്ടിട്ടില്ലല്ലോ, കാണാത്ത എങ്ങനെ വരയ്ക്കുന്നത്. ഇവിടെ ആര് വരച്ചാലും ഒക്കത്തില്ല. ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനാകുന്നവൻ, 1000-10,000-ങ്ങളിൽ അഴകൊതുങ്ങുമൻ പ്രിയനെ, 1000-10,000-ങ്ങളിൽ അഴകൊതുങ്ങുമൻ പ്രിയനെ കാണും കർത്താവിന്റെ മഹത്വപ്പെടുത്തേ. ആര് വരച്ചാലും ഒക്കത്തുമില്ല. അതല്ലല്ലോ. ഈ വാക്യങ്ങൾ എടുത്ത് തന്നെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇതല്ലെന്ന്. ഇപ്പം വായിച്ച കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ട് വായിച്ചേ. ഒരാള് തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 15 എടുത്തേ. ഒരാള് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് എടുത്തേ. ഒരാള് അലങ്കാര ഭാഷകാരനിലെ ഉത്തമഗീതം 5-10 മുതൽ താഴോട്ട് വായിപ്പേ. ഒത്തിരി ഉണ്ട് വാക്യം. അവിടുന്ന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുമ്പേയുള്ള അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ക്രിസ്തു. പിന്നെ അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമായി
വായിച്ച തിമോത്തിയോസിന്റെ 1 ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്. ഞാൻ ഈ വാക്യം വായിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പറയാം. ചില ആൾക്കാര്, എല്ലാരും അല്ല, നിങ്ങളാരുമല്ല, ചിലര് എന്നെ പറ്റി പല അഭിപ്രായത്തിലും ഒരഭിപ്രായം, അയാൾ വായി വരുന്നതെല്ലാം പറയുമെന്ന്. പെണ്ണിച്ചനോട് ചോദിച്ചു കാണും, അയാളെ എന്തിനാ വിളിക്കുന്നത്? അയാൾ വായി വരുന്നതല്ല, എന്റെ വായി വരുന്നത് ഇതൊക്കെയാന്ന് ഊള നീ അറിയാനായി ഇത് വായിപ്പിക്കുന്നത്. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി-കർത്താവും മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഇങ്ങനെ ഒരു ഫോട്ടോ ഏത് ഊളം വരയ്ക്കും? അല്ല, വായി വരുന്നതൊക്കെ പറയുമെന്നല്ല, ഇരിക്കട്ടെ. ഒറ്റ ഒരുത്തം വരച്ചാൽ ഒക്കത്തില്ല. അതുകൊണ്ട് നീ ഉമ്മ കാണുന്ന പടത്തിന്റെ എല്ലാം മുന്നിൽ ചെന്നേച്ച് മുമ്പ് എന്റെ യേശുവേ പോഷാണ് ഇന്നുകൊണ്ട് നിർത്തിക്കോണം. ഏതൊരു ഫോട്ടോയുടെയോ പരിവക്കേട് കാന്റെ മുന്നിൽ ചെന്ന് യേശുവേ അങ്ങനെയാന്ന് യേശുവേ ഒന്നുകൂടെ വായിച്ച് കേൾക്കട്ടെ. ഇവനെല്ലാം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യനാരും കാണാത്തവനും പിന്നെങ്ങനെ മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ അയ്യോ ഇതാ യേശു ക്രിസ്തു. വായിക്ക് വെളിപ്പാട് 1:13 ഓടിച്ചു വായിച്ചോ. നിങ്ങൾ മാറി മാറി വായിന്, പെട്ടെന്ന് വായിന്. വെളിപ്പാട് 1:13 മുതല് 13 അല്ലല്ലോ. തിരിഞ്ഞപ്പോൾ അല്ലല്ല, സഹോദരി വായിക്കട്ടത് ആ താല്പര്യത്തോടെ വായി. ഒന്ന് തിരിഞ്ഞു വായിച്ചേ. അങ്ങനെ തിരിഞ്ഞു വായത്. തിരിഞ്ഞപ്പോൾ അങ്ങനെ ഇപ്പോത്ത് തിരിഞ്ഞപ്പോൾ, കാരണം എന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. 12-ാം വാക്യം 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കിന്റെ നടുവിൽ ഞാൻ പിടിച്ചോളാം. മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ട് അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. താരോട്ട് വായിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഫോട്ടോ ഏതാവും വരയ്ക്കും. അതുപോലെ കാച്ചി പഠിപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോട്ടും മുഖപ്പാപ അതിഥി കാച്ചി പഠിപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോട്ടും മുഖ ശക്തിയോടും പരാജയം പോലെയുള്ളവനും ഇതവനും പോലെയിരിക്കുന്ന ദൈവപുത്രൻ ഇനി അലങ്കാര ഭാഷകളിൽ ഉപമാനമായിട്ട് ഉത്തമഗീതത്തിൽ നിഴല 5-10 മുതൽ വായിച്ചോ. ഉത്തമഗീതം. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000-ങ്ങളിൽ. അടുത്തത് തങ്കം ചുരുണ്ടും കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ. അങ്ങനെയാണോ ഫോട്ടോയിൽ കാണുന്നത്? ഫോട്ടോ ഇനി ഇതിനൊക്കെ എന്ന് വിവരം ഉണ്ടാകാന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ ഇതിനെല്ലാം നല്ല ബുദ്ധി എത്ര എളുപ്പം പറയുന്നു. ഇവിടെ ആര് വരച്ചാലും ഒക്കത്തില്ല, ആർക്കും വരയ്ക്കാനും ഒക്കത്തില്ല. അതിനൊക്കെ അപ്പുറത്തെ ശ്രേഷ്ഠനായ യേശു 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ അവൻ ജീവിച്ച് അവൻ ജീവിതം കൊണ്ട് മഹത്വം അവൻ തെളിയിച്ച നസറായനാകുന്ന യേശു ക്രിസ്തു ധന്യനാകുന്ന ഏകാധിപതി. അതാണ് മാത്രം. അതെ, ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ ദൈവത്തിന് മഹത്വം. അതാ കർത്താവ്. അപ്പൊ ഞാൻ ഈ വായിപ്പിക്കുന്നത് ഇതിനകത്തുള്ളതാണെന്ന് അറിയാനായി വായിപ്പിക്കുന്നത്. അത് ഓടിച്ച ഭാഗം ഒന്ന് വിടാം. അപ്പൊ യേശു ഒന്ന് മരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ വന്നവരാരും ഞാൻ മരിക്കാൻ വന്നതാണ് പറഞ്ഞിട്ടില്ല. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഞാൻ മരിക്കാൻ വന്നതാ.
ഇന്ത്യ കണ്ടതിലെ സ്ത്രീകളിൽ കരുത്താർജിച്ച ആളാ ഇന്ദിരാഗാന്ധി. ഞാൻ മരിക്കാൻ വന്നതാണെന്നും പറഞ്ഞു. സാമ്രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ മരിക്കാനെന്നാ പുള്ളി ഓർത്തത്. ഒടുവിൽ പരിവക്കാടായി. സീസർ എന്ന് വേണ്ട സകല മനുഷ്യരും ഇങ്ങനൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, മരിക്കാനാവണമെന്ന് പറഞ്ഞു. രണ്ട്, എങ്ങനെ മരിക്കുന്നെന്നും പറഞ്ഞു. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മാസ്റ്ററെ ഞാൻ ഇങ്ങനെ മരിക്കുള്ളൂ? ഒന്ന് കൈപ്പൊക്ക. നമ്മൾ ചോദിക്കും എങ്ങനെ മരിക്കും? അതിന്റെ മാസ്റ്റർ ഒന്നും പറയാനൊക്കത്തില്ല. അതൊക്കെ പിന്നെ ചെയ്തതൊക്കെ ഓർത്താ ഒരു നടക്കി പോകുമെന്ന് അത് നമ്മൾ പറയത്തില്ല. അത് ബാക്കിയുള്ളവർ പറയണം. ചില അമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പച്ചന്മാര് പക്ഷെ അധികം കഷ്ടപ്പെടുത്താതെ അങ്ങനൊന്നും പോകില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ മേടിച്ച് കിട്ടിയേ പോവുള്ളൂ. ചുമ്മാ ഒന്നും അങ്ങനെ വിടുകയാണ്. മിണ്ടുന്നില്ല, ഉള്ള പ്രത്യാശയിൽ പോയി. എന്തെങ്കിലുമൊക്കെ കുരുക്കുണ്ടെങ്കിൽ അതല്ല പിന്നെ ഒരുക്കി വേണ്ട എടുക്കാൻ. എന്നാൽ യേശുവിന്റെ വിശേഷത ഒന്ന്, മരിക്കാനാവണമെന്ന് ക്ലിയറായിട്ട് പറഞ്ഞു. മരിക്കുമെന്ന് തോന്നുന്നല്ല പറഞ്ഞു. വീട്ടിലെ ഞാൻ മിക്കവാറും മരിക്കുമെന്ന് എനിക്കൊരു ചെറിയ പണ്ട് ഫിലിപ്പുകുട്ടി മരിച്ചപ്പം ഭാര്യയോട് പറയാനൊരു ബുദ്ധിമുട്ടപ്പം പേരത്തോടെ എങ്ങനെ ഇരിക്കുന്നു പറയട്ടെ. അപ്പൊ അവൻ ഞാൻ പറയാം, അവൻ ചെന്ന് പറഞ്ഞു, അമ്മാമേ ഫിലിപ്പുകുട്ടി ചെറുതായിട്ട് മരിച്ചോന്നൊരു വലിയ പ്രയാസം വരാതിരിക്കാനാ പറഞ്ഞേ. ചെറുതായിട്ട് മരിച്ചോന്നൊരു കഥാവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മരിക്കാൻ വന്നതാ. രണ്ട്, എങ്ങനെ മരിക്കുമെന്നും പറഞ്ഞു. തുപ്പി തല്ലി ഉപദ്രവിച്ച് സ്തോത്രം. മൂന്ന്, എവിടെ വെച്ചാ മരിക്കുന്നെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ വലിയ തിട്ടമൊന്നുമില്ല. ആർക്കെങ്കിലും പറയാം പക്ഷെ ഞാൻ എന്റെ കട്ടിലേക്ക് കിടന്നേ മിക്കവാറും എന്റെ സാധ്യത മിക്കവാറും ചെറിയാച്ചന്റെ അവിടെ കിടന്ന് മരിക്കാനാ. ഏതാ എന്തറിയാ ആ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് മിക്കവാറും പരിമലയിലോ ചെറിയാച്ചന്റെ അവിടെയോ. നമുക്ക് പരിമലയാണ് തോന്നല്ലേ? എന്നാ അങ്ങോട്ട് പോക്കോ. ഇനിയിപ്പോ ഞാനായിട്ട് ദൂരമേ അല്ല മരണം എന്നാർക്കറിയാം, ലേജമും ഇല്ല സമയം. ദൂരമേ അല്ല മരണം എന്നാർക്കറിയാം, ലേജമും ഇല്ല സമയം. കട്ടിൽ കിടക്കവിൽ വച്ചോ അയ്യോ സോദര വീട്ടിൽ മതിച്ചിടുമ്പോഴോ ഒന്ന്, യേശുക്രിസ്തു വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു മരിക്കാനാ വന്നത്. എങ്ങനാ മരിക്കുന്നെന്നും പറഞ്ഞു. എവിടെ വെച്ചാ മരിക്കുന്നെന്നും പറഞ്ഞു.
4 ആരാ കൊല്ലുന്നെന്നും പറഞ്ഞു. കൊല്ലാൻ പ്രേരണ കൊടുത്തവരും പിന്നെ നിന്നവരും ഒക്കെ ആരാ കൃത്യമായിട്ട് പറഞ്ഞു. മൂപ്പന്മാര്, മഹാപുരോഹിതന്മാര്, അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. ഇവരൊക്കെ കൂടിയ, പക്ഷെ അവരോട് ആരോടും വൈരാഗ്യവും ഇല്ലായിരുന്നു. നമ്മളെ കൊല്ലുമെന്ന് പറയണ്ട, ഒരു സൂചന കിട്ടിയാൽ മതി, പിന്നെ അവനെ നമ്മളെ വെച്ച് ഇല്ലേ, നമ്മളെ ആരെങ്കിലും തട്ടുമെന്ന് ഒരു ചെറിയ സൂചന കിട്ടിയാൽ ആദ്യം നമ്മൾ അവനെ തട്ടാൻ നോക്കും. നമുക്കൊക്കുന്നില്ലെങ്കിൽ ആരെയും യേശു ക്രിസ്തു ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടാണ്. മാത്രമല്ല, നിങ്ങൾ വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വചനമൊക്കെ നിങ്ങൾക്ക് അറിയാം. കർത്താവിന്റെ ആ സംസാരത്തിന്റെ വിശേഷത, അവിടുത്തെ പ്രത്യേകത, ഈ 4 വാക്യത്തിലും മരിക്കുമെന്നുണ്ട്. മുമ്പേ പറഞ്ഞ 4 വാക്യം ഏതാ? മത്തായി 16:21, ലൂക്കോസ് 18:31, മർക്കോസ് 8:31, മത്തായി 17:22. നിങ്ങൾ ഈ 4 വാക്യവും ഒന്ന് പരിശോധിച്ചേ. മരിക്കുമെന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല, ചേർത്താ പറഞ്ഞ ഉയർത്തുവന്നു. മരിക്കും എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. ഒരു വാക്യം വായിച്ചേ, ഞാൻ തെളിയിക്കാം. ഏതാണോ പിന്നെ മൈക്കോട്ടില്ല. ഏതെങ്കിലും വായിക്കരുത്, ഞാൻ പറഞ്ഞ വാക്യം വായിക്കാവുള്ളൂ. അന്ന് മുതൽ യേശു യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാര്, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ കൊല്ലപ്പെടുകയും എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? അപ്പൊ പിന്നെ എന്തിനാ അവിടെ നിർത്തിയ? അങ്ങനെ വായിച്ച്, അങ്ങനെ വായിച്ചു, ചേർന്ന് വായിച്ചു. അങ്ങനെ മിടുക്കി ദൈവം. കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർക്കുകയും. ഇപ്പൊ വായിച്ച 16:21 യെസ്. അപ്പം 18 ലൂക്കോസ് 18:31 വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തുകയും. കൊല്ലുകയും എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ല, ചേർത്താ പറഞ്ഞേക്കുന്നത്. കൊല്ലുകയും 3-ാം നാൾ. മർക്കോസ് 8:31 വായിര്. മനുഷ്യപുത്രൻ പലതും സഹിച്ച് മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ നിർത്തരുത്, നന്നായിട്ട് വായിച്ചേ. അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ ഉയർക്കുകയും. കൊല്ലുകയും ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല, പറഞ്ഞിടത്തല്ല അങ്ങനെ പറഞ്ഞേക്കുന്നത്. മത്തായി 17:22 വായിച്ചേ. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ നന്നായിട്ട് വായിച്ചു. കൊല്ലുകയും 3-ാം നാൾ. മറ്റു 3 പേര് കുഴഞ്ഞത് പുള്ളിക്കാരി ശ്രദ്ധിച്ചിരിക്കുക. അതാ പുള്ളി ലാസ്റ്റ് വായിക്കാനിരുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആ പദമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? കൊല്ലുകയും 3-ാം നാൾ ഉയർത്തുകയും. ഇതുപോലെ ഒരു നേതാവുമില്ല, ഇതുപോലെ പറഞ്ഞ ഒരുത്തനുമില്ല, ഇതുപോലെ പ്രസ്താവിച്ച ആൾക്കാരുമില്ല. അതിന്റെ കാരണം എന്നാ? അവിടുന്ന് ദൈവമാണ്. അതുകൊണ്ട് ഈ ആയുസ്സിൽ ഈ കർത്താവിനെ സേവിക്കുന്നതാ ഭാഗ്യം. ഈ നേതാവിന്റെ പുറകെ പോകുന്നതല്ലേ നല്ലത്? പ്രൈസ് ദി ലോർഡ്. ഈ നേതാവിനെ ശുശ്രൂഷിക്കുന്നതല്ലേ നല്ലത്? ഈ അവൻ വ്യക്തിനെ ആരാധിക്കുന്നതല്ലേ നല്ലത്? വേറെ ആരും പറഞ്ഞിട്ടില്ലോ, വേറെ ആരും പറഞ്ഞു മരിക്കുമെന്ന് പോലും പറഞ്ഞിട്ടില്ല. മരിക്കുമെന്ന് ചിലര് പറഞ്ഞു, സമയത്ത് മരിച്ചില്ലെന്നും കേൾക്കുന്നു. എനിക്കറിയത്തില്ല.
ഇന്നാളൊരാൾ പറഞ്ഞു നിങ്ങളുടെ ആളെ എങ്ങനെയാ വരച്ച, പുള്ളി മാഞ്ഞു പോയെന്ന്. അപ്പൊ ചോദിച്ചു എങ്ങോട്ടാ പറഞ്ഞു, പുള്ളി അകത്തോട്ട് കയറി കറ കടച്ചു. പിന്നെ ഇന്ന് വരെ പുള്ളി ആരും, പിന്നെ ഞങ്ങളെല്ലാം അപ്പച്ചാന്നും പറഞ്ഞ് യേശു മാഞ്ഞു പോയ ആളല്ല. അവര് നോക്കി നിൽക്കുമ്പോഴാണ് വന്നാതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒളിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു ഗഗനേ ഗഗനാൽ പാദനരികിലമർന്നുക, ചരണമുയർന്നു ഗഗനേ ഗഗനാൽ പാദനരികിലമർന്നുക. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. അനുജതലേശം കാണുന്നില്ലി അനുജനിലം ഉരകൈ ദുദാൻ, അനുജതലേശം കാണും അനുജനിലം ഉരകൈ ദുദാൻ, മരണമതി വിധിയെഴുതിയതിവനെ പ്രതിമാത്രം പുതിയൽപുതും, മരണമതി വിധിയെഴുതിയതിവനെ പ്രതിമാത്രം പുതിയൽപുതും. എന്തോരത്ഭുത പുരുഷൻ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല നായകൻ, ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല നായകൻ. ഓ ജയ ജയ ഘോഷം തുടരുക ജനമേ, ജയം തരുന്നാഥൻ സ്തോത്രമേ. ജയ ജയ ഘോഷം തുടരുക ജനമേ, ജയം തരുന്നാഥൻ സ്തോത്രമേ. എന്തോരത്ഭുത പുരുഷൻ ദൈവത്തിന് മകത്ത്. അവിടുന്ന് സർവജ്ഞനായ ദൈവം, സർവത്തിന് മുമ്പ്. അതാ ഞാന് ഇങ്ങനെ പറഞ്ഞാൽ എടുത്ത വാക്യത്തോട് പുലർത്താൻ പറ്റാതെ വരും, സമയത്ത് നിർത്തുകയും ചെയ്യും. എന്നോട് ആദരണീയ കർത്തൃദാസൻ 9 വരെ പോയാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എത്രയെന്ന് ഞാൻ പറഞ്ഞു അല്ല 9 വരെ അങ്ങനല്ലേ പറഞ്ഞു. അപ്പം ആ സമയത്ത് തന്നെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. നിങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നതിൽ നന്ദിയുണ്ട്. ദൈവത്തിന് മഹത്വം കരയിക്കുന്നു. ഓർപ്പിച്ചല്ലോ, ലേഖനങ്ങളുടെ രാജാവ ഈ കൊലോസ് ലേഖനം, റാണിയ എഫേസ് ലേഖനം. എഫേസ് ലേഖനം ലേഖനങ്ങളുടെ റാണിയാകാൻ എഫേസ് ലേഖനത്തിലെ വിഷയം സഭയാ. സഭ ഭൂമിയിലെ, സഭ സ്വർഗത്തിലെ, സഭ സമൂഹത്തിൽ, സഭ കുടുംബത്തിൽ, ഇതൊക്കെയാണ് അതിലെ പഠനം. കൊലോസ് ലേഖനം യേശു ക്രിസ്തു എന്നുള്ളതാണ്. ആ റാണി എഫേസ് ലേഖന സഭ, തലയാ ക്രിസ്തു. തലയും ശരീരവും കൂടെ ഒന്നിച്ചെങ്കിലോ കാര്യം നടക്കുകയുള്ളൂ. അതെ, അപ്പോൾ ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ് കൊലോസ് ലേഖനം. 4 അധ്യായമുണ്ട്. ക്രിസ്തുവിനെ നന്നായിട്ട് വരച്ചു കാട്ടിയിരിക്കുക. അതിന് കാരണം ഈ കൊലോസ്യ സഭ പൗലോസ് അവിടെ പോയതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ അധികം വാക്യങ്ങളില്ല. ഇപ്പൊ എഫെസോസ് സഭയും ഫിലിപ്പിയ സഭയും ഒക്കെ നമ്മൾ പ്രസംഗിക്കുമ്പം അപ്പോസ്തല പ്രവൃത്തിയിലോട്ട് പോകാം. ഫിലിപ്പിയ സഭയുടെ കാര്യം പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16 എടുക്കാം. എഫെസോസ് സഭയുടെ കാര്യം പറയുമ്പോൾ 19 എടുക്കാം. പക്ഷെ കൊലോസ്യ സഭയുടെ കാര്യം പറയുമ്പോൾ ഒന്നും എടുക്കാനില്ല. ഈ സഭ സ്ഥാപിച്ചത് പൗലോസുമല്ല. എന്നാൽ പൗലോസ് ഇതിലേക്കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. കൊലോസ്യ എന്നൊരു പദമില്ലെങ്കിലും ഫുർഗിയ എന്നൊരു പദം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. ആ സ്ഥലമാണ് കൊലോസ്യ. ഇതിനടുത്ത് ഒരു സഭയുണ്ട്, ലവോദിക്കിയ.
വേറൊരു സഭയുടെ പോണ്ട് എന്തുവാ ഹീരപ്പോലി. അത് 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ പറയുന്നുണ്ടല്ലോ, ഇത് ലവോദിക്കക്കാർക്ക് ഒക്കെ ഒന്ന് കൊടുക്കണമെന്ന്. ഇവിടെ വായിച്ചേ. വായിച്ചേ. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവുദിക്യ സഭയിൽ കൂടി വായിപ്പിക്കുകയും ലവുദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യും. അപ്പം ഈ ലേഖനം നിങ്ങൾ വായിച്ചേച്ച് അടുത്ത സഭ അടുത്തടുത്താണ് അവിടെ കൊടുക്കണം. എന്നിട്ട് ലവോദിക്കയിലത് അപ്പൊ ഒരാളെ ചോദിച്ചു, ലവോദിക്കയിൽ എന്തിയാണ് ഈ കിട്ടിയ ലേഖനത്തിലെ ആദ്യം അനുസരിച്ച് ജീവിക്കും, പിന്നല്ലേ കിട്ടാത്തത്. ഇപ്പം ലവോദിക്കയിൽ കിട്ടുകാരെന്ന് എല്ലാം ക്ലിയർ ആയാലും അത് കിട്ടാത്തതായി തുറു. ആ ലേഖനം എന്തിയ ചായ അത് കിട്ടാത്തോണ്ടാണ് ഗുണമാകാത്തത്. അതൊക്കെ ഇങ്ങനെ ചില കടുംപിടുത്തങ്ങളുണ്ട് ചിലർക്ക്. കിട്ടിയത് വായിച്ചൊന്ന് യഥാസ്ഥാനപ്പെട. അപ്പൊ ലവോദിക്കയായും കൊലോസ്യ സഭയുമൊക്കെ അടുത്തടുത്താണ്. ഈ സഭയുടെ സ്ഥാപകൻ വേദപഠിതാക്കള് ചില തെളിവിന്റെ അടിസ്ഥാനത്തിൽ എപ്പഫ്രാസ് ആണെന്നാ പറയുന്നത്. എപ്പഫ്രാസ് 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണെന്ന് ഒന്ന് വായിച്ചേ. ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചേ. ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ 7 മുതൽ വായിച്ചോ. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. കൊലോസിനോട് പറഞ്ഞ നിങ്ങള് പഠിച്ചത് എപ്പഫ്രാസിനോടാ. അപ്പോൾ എപ്പഫ്രാസ് ആണ് ഈ സഭയുടെ സ്ഥാപകൻ. പുള്ളി എന്നാ പഠിച്ചത്. വേറൊരു വാക്യത്തുണ്ട്, നിങ്ങൾ ഇന്ന് വരെ മുഖം കണ്ടിട്ടില്ലല്ലോ എന്റെ, നിങ്ങളെ പറ്റി കേട്ടു അറിഞ്ഞു, അങ്ങനെയുള്ള പ്രയോഗമാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തായാലും ഈ സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. യേശു ക്രിസ്തുവിന്റെ മഹത്വമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. കാരണം കൊലോസിയെ പറ്റി പഠിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്കറിയാം. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും കൊലോസിയയിലുണ്ടായിരുന്നു. യഹൂദന്മാരിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരും യവനായ പശ്ചാത്തലത്തിൽ നിന്ന് ഇതിനകത്ത് വന്നത്, പിന്നെ എല്ലാ വിധമാകുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പഠിച്ച എല്ലാ മതത്തിന്റെ വകുപ്പുകളൊക്കെ പഠിച്ച ആൾക്കാർ കൊലോസിയയിലുണ്ടായിരുന്നു. വിശേഷിച്ച് ഒത്തിരി ഈ ഫിലോസഫി ഇറക്കിയ സ്ഥലമാണ് കൊലോസിയ. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിന്റെ 8-ൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, വായിച്ചേ. ഇങ്ങനെ നിങ്ങൾ 1:8 അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും. ഇനി അതിന്റെ 16-ാമത്തെ വാക്യം. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്നതുപോലെ നിങ്ങളുടെ അടുക്കലും എത്തി നിങ്ങൾ ദൈവകൃപയെ. അപ്പൊ ഈ സുവിശേഷം ഇവരെ എത്തി, ഇവരുടെ അടുക്കലെത്തി. എന്നാൽ അടുത്ത അധ്യായത്തിലുണ്ട് തത്വജ്ഞാനവും. അത് 2-ാം അധ്യായത്തിലല്ലോ, 2:8 തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു. 2:6 കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കാൻ. എന്നിട്ട് 8-ാം വാക്യം തത്വജ്ഞാനവും ഫിലോസഫി വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതെ. 16-ാം വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, പാപ, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അപ്പൊ ഇതെല്ലാം പറയാൻ കാര്യം, ഒത്തിരി ഫിലോസഫി ഇറക്കുന്ന ആൾക്കാർ ഈ സഭയ്ക്കകത്തുണ്ട്. നമ്മുടെയൊക്കെ സഭയിലുണ്ട്. ഒത്തിരി ജ്ഞാനമുണ്ടെന്ന്, അവർക്ക് ജ്ഞാനമുണ്ടെന്ന് അറിയിക്കാൻ അവർ അങ്ങിരിക്കുമ്പോൾ ഓരോ ചോദ്യം ചോദിക്കും. അപ്പൊ ഈ ചോദ്യം വരുമ്പോഴത്തോളം നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. ഇത് കേൾക്കുമ്പോൾ ചിലര് വെട്ടിനകത്ത് വീഴും. കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, സ്വോത്രം പറയുകയല്ല. കാരണം ജ്ഞാനമല്ലേ. യോഗമെല്ലാം കഴിയുമ്പം
കയ്യിന് ഭാര്യ എവിടെ നിന്ന് കിട്ടി? ഇവൻ ഇത്ര മണിക്കൂർ ഒപ്പിച്ച കുരുക്ക കയ്യിന്റെ ഭാര്യ. അപ്പൊ കേൾക്കുന്നവർ ഓർത്തോണം, കർത്താവ് ആ സകലത്തിന് മുമ്പ്, അവിടുന്ന് സകലത്തിന് മതിയായവർ. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല, പോയാൽ വേറെ ചില കാര്യം പറയണം, അതുകൊണ്ട് ആ ഭാഗം ഒന്ന് വിടുക. തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ടൊന്നും ആരും നിങ്ങളെ തെറ്റിക്കരുത്, നിങ്ങളുടെ ബിരുദ് തെറ്റിക്കരുത്. നമ്മള് ക്രിസ്തുവിൽ പരിപൂർണരാണ്. 1:28 ഏത് മനുഷ്യനെയും, ഇതാ വിഷയം, ഏത് മനുഷ്യനെയും ഒറ്റ ഉന്നവിതേ ഉള്ളൂ, ദൈവത്തിന്റെ മഹത്വം. ഈ ഉന്നത്തോടെ വേണം നമ്മൾ ശുശ്രൂഷ ചെയ്യുവാൻ പോകുവാൻ. അതെ, ഭാഗമെല്ലാം അങ്ങ് വിടുക. നമ്മൾ 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെ ആ വായിച്ചത്, എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല. 2-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കണം. ആരൊക്കെ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കണമെന്ന് ചോദിച്ചാൽ 3:18 മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ 6 ഗ്രൂപ്പുകാരെ വിളിച്ചോട്ടുണ്ട്. 3:18 ഭാര്യമാര്, 19 ഭർത്താക്കന്മാര്, 20 മക്കള്, 21 പിതാക്കന്മാർ, 22 4-1 മതി. 6 ഗ്രൂപ്പുകാർ. ഭാര്യയും ഭർത്താവും മക്കളും പിതാക്കന്മാരും ദാസനും മുഴുവൻ ആൾക്കാരെയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവന്നുവെച്ചാ 4-2 പറഞ്ഞ പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞ ഭാര്യയും പ്രാർത്ഥിക്കണം, ഭർത്താവും പ്രാർത്ഥിക്കണം. ചില വീടുകളിൽ ഭർത്താക്കന്മാർക്ക് വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലെന്നിട്ട് അവർ പറയും, അവള് വെളുപ്പിനെ 4-ന് ഇയാള് പോതപ്പിനടി മാണ്ട് കിടക്കുക, കീർവാണം അടിക്കുക, അവള് വെളുപ്പിനെ അവിടെ പ്രാർത്ഥനയാ. ചിലയിടങ്ങളിൽ നേരെ തിരിച്ചാ പറഞ്ഞു, എന്റെ അച്ചായന്റെ പ്രാർത്ഥന. ഇനി ആര് ഞങ്ങൾക്ക് വേണ്ടി മരിക്കുമ്പോ പറഞ്ഞു, ആര് നീ പ്രാർത്ഥിക്കണം, അതിന് അച്ചായനെ എടുത്തത്, നീ ഇതുവരെ കളിപ്പിച്ച് തട്ടിപ്പ് അത് നടക്കുകയല്ലേ, നീ പ്രാർത്ഥിക്കും. എല്ലാരും പ്രാർത്ഥിക്കണം, അച്ചായനും പ്രാർത്ഥിക്കണം, കൊച്ചമ്മയും പ്രാർത്ഥിക്കണം. ഇനി മക്കള് പറയോ, അയ്യോ എന്റെ പപ്പയുടെ മമ്മയുടെ നീയും പ്രാർത്ഥിക്കണം, മക്കളും പ്രാർത്ഥിക്കണം, പ്രായമുള്ളവരും പ്രാർത്ഥിക്കണം, ദാസന് യജമാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇനി പ്രാർത്ഥിക്കുന്നത് നല്ലതാ, പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കുന്നവര് എങ്ങനെയുള്ളവരായിരിക്കണം? ഒരു സൂചന തന്നങ്ങ് പോയാൽ അതിനെ ഇപ്പൊ നേരെ ഉള്ളു. 18 വായിച്ചേ, 3:18. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവിൻ. എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. മനസ്സിലായി കാണും. വിവരിക്കുന്നില്ല. എല്ലാരും അല്ല, ചിലര് ഭർത്താവിനെ കാല് മടക്കി അടിച്ച് കനാലിൽ ഇട്ടാച്ചാ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. എല്ലാരും അല്ല. ഭർത്താവിനെ ബഹുമാനിക്കാത്ത ധാരാളം എണ്ണമുണ്ട്. ശുശ്രൂഷയാണെന്നാ പറയുന്നത്. ഞാൻ കണ്ടോണ്ടും കേട്ടോണ്ടും നിൽക്കുക. ഭാര്യ ഇറങ്ങിയപ്പോ ഭർത്താവ് ചോദിച്ചു, എവിടെ ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞു. എവിടാ? അതൊക്കെ എനിക്കറിയാവുന്നു. എന്നാ പുള്ളി എന്നെ കണ്ണെടുക്കുന്നത്. എന്നാ വേറൊരാളെ നിൽക്കുന്നെങ്കിലും ഓർത്തൊരു മര്യാദയോടെ പ്രാർത്ഥിക്കുന്നത് നല്ലതാ, നന്നായിട്ട് പ്രാർത്ഥിക്കണം പക്ഷേ ഭർത്താവിന് കർത്താവിന് ഉചിതമാകും വേണം. ഇനി 19 വായിച്ചു. ഭാര്യമാരെ സ്നേഹിപ്പിക്കും, അവരോട് കൈപ്പായിരിക്കുകയും വലുത്. ഭാര്യയോട് കൊമ്പ് കോർത്ത് മനസ്സിലായി കാണും. പിടിച്ചു പൊണിച്ചേച്ച്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഞാനൊരു കാര്യം പറയാം, അപാകതകൾ കാണും, ന്യൂനതകൾ കാണും. പക്ഷെ അത് ക്ഷമിച്ച് പുറത്ത് വാങ്ങിച്ച് ആ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനോ ഇംഗിതത്തിനനുസരിച്ചായിരിക്കും പെരുമാറുന്നത്. പക്ഷെ നമ്മളെ കർത്താവ് സ്നേഹിച്ചതുപോലെ യോഗ്യതയുണ്ടായിട്ടല്ലല്ലോ, യാതൊരു വിശേഷത ഉള്ളത് കൊണ്ടല്ലല്ലോ, ഒന്നുമില്ലാതിരുന്നപ്പോൾ അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ചു. ഈ സ്നേഹം പ്രാർത്ഥിക്കുന്ന ഭർത്താവിനും ഉണ്ടാകണം. 20 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കും. സകലത്തിലും അനുസരിക്കണം. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദമല്ലോ. അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം, എന്നിട്ട് മക്കൾ പ്രാർത്ഥിക്കണം. ഇത് അപ്പനും അമ്മയും എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടാവില്ല. അത് നിങ്ങൾ പിന്നെ മിക്കയിടത്തും
മാതാപിതാക്കൾ പേടിച്ചാ ജീവിക്കുന്നത്. കാണുമ്പോ ആ ഫോട്ടോയിലൊക്കെ എല്ലാവരും അവിടെ നിൽക്കുമ്പോ അപ്പനും അമ്മയും മക്കളും എല്ലാം മിക്കതും പേടിച്ച് പായപ്പെട്ടായിരിക്കുന്നു. ആണെന്ന് ഫോട്ടോ ഏതെല്ലാം പോസിലെ ഫോട്ടോ കിട്ടിയാലെല്ലാം നമ്മൾ ഓർക്ക് ഇവരെപ്പോഴും ഇങ്ങനെയാണ് നല്ല ചേല മിക്കതും പേടിച്ച് വീഴുക. ഒരു വീട്ടിലെ ഞാൻ പോവാന്ന് പറഞ്ഞു. എന്തിനാ വീട്ടിൽ അങ്ങനെ മമ്മിയിരിക്കുന്നത്? വാ പേടിച്ചു, എനിക്ക് എന്റെ വീട്ടിൽ പോയിരിക്കരുതോ? എന്റെ വീട്ടിൽ താനെനിക്ക് ഞാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് അയ്യോ, മലാക്കി പ്രവചനത്തിലുണ്ട്, ഞാൻ അപ്പനെങ്കിൽ എന്റെ ബഹുമാനം. അപ്പനാണെങ്കിൽ ആ ദൈവദാസനെ ഇങ്ങോട്ട് വിട്ടാട്ടെ, മോനെ ഇങ്ങോട്ട് വരാൻ പറ, ഇവിടെ കസേരയോട്ട് വന്നാട്ടെ, വന്നാട്ടെ, ഇങ്ങോട്ട് പോയി. മുഖവാരിധി തന്നിൽ കേവലം വലയുന്ന, മുഖവാരിധി തന്നിൽ കേവലം വലയുന്ന ദേവികൾക്കൊരു അപ്പൊ ഞാൻ അപ്പനെങ്കിൽ എന്റെ ബഹുമാനം എവിടെയാണ്? ബഹുമാനം ഉണ്ടായിരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. എത്ര പ്രായമായാലും അവരെ ബഹുമാനിക്കണം. ഞാന് ഒരു ചെറിയ അനുഭവം പറയാം. ചെറുതല്ല, എനിക്കത് വലുതാ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും, അതുകൊണ്ടാണ് ചെറുതെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വലുതാ. എന്റെ അപ്പനും അനിയന്മാരും ഒരു 3 പേര്, 3 ആണുങ്ങളാണ്. കേട്ടിട്ടുണ്ട്, ഇളയ ഉപ്പാപ്പന്റെ 6 മാസത്തിലാ അപ്പൻ മരിച്ചത്, എന്റെ വല്യപ്പൻ മരിച്ചത്. ഇളയ ഉപ്പാപ്പൻ 6 മാസം. അന്ന് എന്റെ വല്യമ്മച്ചിക്ക് 22 വയസ്സെങ്ങാണ്ട് പോയി അന്ന്. ഇപ്പൊ 107 വയസ്സുണ്ട്. അപ്പൊ എത്ര വർഷം വിധവയായെന്ന് നിങ്ങൾ ചിന്തിച്ചാണ്. 22 വയസ്സിൽ വിധവയായി, ഇപ്പൊ 107 വയസ്സുണ്ട്. ചുമ്മാ ഇരിക്കല്ലേ കൂട്ടം. അവരെ ഞാൻ കണ്ടുപഠിച്ചതാ കേട്ടോ. എല്ലായിടത്തും അങ്ങനെ ആണെന്നോ അല്ലെന്നോ അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷം. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ പ്രധാനമായ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പം എൻ്റെ അപ്പനാ മൂത്തത്, ഇളയത് 2 ഉപ്പാപ്പന്മാർ. ഇവർ 3 പേരും കൂടെ ഈ അമ്മച്ചിയുടെ ഇടയ്ക്ക് ചെന്നിരുന്ന കാര്യങ്ങൾ ആലോചിക്കും മരിക്കുന്നത് വരെ. ഞാനും ഇപ്പം അതിങ്ങനെ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പറയാം ഓ മെനക്കേടാന്ന് പറയുന്നാലും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. എന്തെങ്കിലും കാര്യമായിട്ടുണ്ട് അമ്മച്ചിയെ കൊണ്ടുവരികയും ഇരുത്തുകയും കാര്യങ്ങളിലെല്ലാം അതൊരു അനുഗ്രഹമാണ് കേട്ടോ. ഇപ്പോഴും ഈയിടെ എൻ്റെ ഒരു അച്ചാച്ചൻ്റെ 3 പെങ്ങൾ മരിച്ചു. വല്യമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മകളാണ്. അപ്പം 107 വയസ്സാകുന്നു. അപ്പം ഇച്ചിരി ദൂരമാണ്, എല്ലാവരും കൊണ്ടുവരണം. എനിക്ക് ഈ പ്രായമുള്ളവരുടെ ചില കാര്യങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞത് അറിയാതെ അറിയിക്കാതെ ഇരുന്ന് കാണാതിരുന്ന പിന്നെ അറിയുമ്പോൾ ഒരു മനോദുഃഖമാണ്. അന്നേരം പറഞ്ഞു ഇത് ഇവർ തമ്മിൽ വലിയ കൂട്ടാണ്, ചേട്ടത്തിൻ്റെ മോളാണെങ്കിലും കൂട്ടാണ്, മനപ്രയാസം. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ വണ്ടിയായിട്ട് ചെന്ന് ഒരുക്കി വണ്ടിയെ കയറ്റി കൊണ്ടുവന്ന് കാണിച്ചു.
ഇതൊക്കെ ചെയ്യണം നമ്മള്. എന്റെ ഇളയ പെങ്ങളുടെ കല്യാണം കുറച്ച് നാളാണ്. അന്ന് 100 വയസ്സുണ്ട്. അന്ന് 100 വയസ്സ് കഴിഞ്ഞു. അപ്പം കല്യാണം പുനലൂര് വെച്ചാ. അപ്പം അന്ന് ഉപ്പാപ്പനുണ്ട്, ഒരു ഉപ്പാപ്പനെന്നുണ്ട്. അപ്പൊ എല്ലാരും കല്യാണത്തിനൊക്കെ പോയിട്ട് അന്നിരുന്നു പറഞ്ഞു. ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു, അമ്മച്ചിയുടെ കാര്യമാണ്. അമ്മച്ചി ഒന്നും കൊണ്ടുപോകാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ഇത്ര പ്രായം ആര് നോക്കും? 100 വയസ്സില്ലേ. ഞാനൊന്നും മിണ്ടിയില്ല. സമയമായപ്പോ ഞാന് അമ്മച്ചിക്ക് നേരത്തെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് സമയമായപ്പോ ചെന്ന് അമ്മയെ ഒരുക്കി. ഞാൻ ചോദിച്ചു വരുന്നോന്ന് ചോദിച്ചു. ആ വന്നാ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. ഒരുക്കോളാൻ പറഞ്ഞു. ഒരു കാവാലത്തിന്റെ കാറെ കയറ്റി പുനലൂർ കൊണ്ടുപോയി. ഒരു കുഴപ്പമില്ല. ആ വിവാഹ ശുശ്രൂഷയില് സംബന്ധിച്ചു. തിരിച്ച് ഉടനെ തന്നെ പുനലൂരിൽ നിന്ന് യാത്ര ചെയ്ത് കാവാലത്തെത്തി. അച്ചാച്ചന്റെ പെങ്ങന്മാരും എല്ലാം ഇത്രയും ദൂരം യാത്ര ചെയ്യും. അമ്മച്ചി വന്ന ഉടനെ ചൂലെടുത്ത് മിറ്റമെല്ലാം അടിക്കുക. 100 ഇടയ്ക്കാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. പ്രായമുള്ള അപ്പനും അമ്മയും ഉണ്ട്. അവരെ നന്നായിട്ട് ചിലപ്പോ നിങ്ങൾ പറയാം ഭാഷക്കൊന്നും ഇല്ലാതെ പറഞ്ഞേച്ച് പോയാൽ മതി. ചരക്ക് ഏതാന്നറിയാമോ? നിങ്ങളതാ ചിന്തിക്കുന്നത്. ഭാഷക്കാരത്തിൽ ഇപ്പൊ ഇങ്ങനെ പരിവായിട്ടിരിക്കുന്നെങ്കിൽ ആയ കാലത്തിൽ തള്ള ആട്ടെ ഇരുന്നിടത്തോളം ഇരിക്കുകയാണല്ലോ. അല്ല മറുവശം കർത്താവ് വരാൻ താമസിച്ച നമ്മൾ ഈ മേഖലയിൽ കൂടെ വിതയ്ക്കുന്നതാ കൊയ്യുന്നത്. കിടക്കി ഒരു പറഞ്ഞതേ ഉള്ളൂ. മാതാപിതാക്കളെ ബഹുമാനിക്കണം. 21 പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. മക്കളെ ഇത് പ്രായമുള്ളവരും കുറെ ശ്രദ്ധിക്കണം കേട്ടോ. പഴയ മൂച്ചും പിടിച്ചോണ്ടിരിക്കരുത്. മരുമകളോട് വളരെ മര്യാദയ്ക്ക് ഇടപെടണം. ഇതൊക്കെ നീ അറിയത്തില്ല ഞാൻ ആരാന്ന്, ചെന്നിത്തല മേരി ആരാന്ന് നീ ഒന്ന് അങ്ങനത്തെ ഒരു വീരസ്യം ഒന്നും പറയുന്നത്. മര്യാദയ്ക്ക് ജീവിക്കണം. വെള്ളം കുടിക്കണ്ടേ? ഇതെല്ലാം വളരെ ഓർഡറായിട്ടാണ് പൗലോസ് പറഞ്ഞത്. ഇതെല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞേച്ച് 4:2 പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം. സ്തോത്രം പറയണം കേട്ടോ. ഈ പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാൻ പിണങ്ങിയാലും ഒന്നുമില്ല. TPMകാരൊടിച്ച് ബാക്കി ഒരു പെന്തിക്കോസുകാർക്കും വെളിവില്ല. ഏടാ സ്തോത്രം പറയുന്നത്. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ദൈവദാസന്മാര് സ്തോത്രം ചെയ്യാം. മിക്കവരും അങ്ങനെ സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യണം. പറയുന്ന പുള്ളിക്കും വെളിവില്ല. അതാ വേറൊരു വിഷയം. ഈ പറയുന്നയാൾ ഇവര് ഹല്ലേലൂയ പറയാൻ ആ പുള്ളി ഉദ്ദേശിക്കുന്നത്. എന്നാ പിന്നെ അത് പറഞ്ഞാൽ പോലെ കരം ഉയർത്തി ഹല്ലേലൂയ പാടാം. അതാ പറയേണ്ടത്. ഇനി പുള്ളി പറഞ്ഞത് സ്തോത്രം ചെയ്യാം. എന്നാൽ അവര് ഹല്ലേലൂയ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. ആ ചെയ്തത് സ്തോത്രമാണോ? ഇനി ഇതിനൊക്കെ എന്നും വെളിവുണ്ടാകാനാ. സ്തോത്രം ചെയ്യാൻ പറയുമ്പോൾ സ്തോത്രം ചെയ്യണം. ഇനി നമ്മുടെ ആൾക്കാർക്ക് ഇനിയുണ്ട്. എങ്ങനെയാ സ്തോത്രം ചെയ്യേണ്ടത് ഇപ്പോഴും അറിയത്തില്ല. നിങ്ങൾ ചില സ്തോത്രം പറഞ്ഞ കേട്ടുണ്ടോ? നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. ഒരു വാക്യം ഒന്ന് വായിച്ചേ. അല്ലെ വചനമുണ്ട്. അതുകൊണ്ടാ വെളിപ്പാട് 5:12 ഒന്ന് വായിച്ചേ. എന്തായാലും വന്നതല്ലേ, കേട്ടോണ്ട് പോകും. അവർ അത്യുച്ചത്തിൽ ശ്രദ്ധിച്ചോ? അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ ഈ പറഞ്ഞതെല്ലാം അത്യുച്ചത്തിൽ പറയണം. മഹത്വവും ബലവും ബഹുമാനവും ഇതെല്ലാം അത്യുച്ചത്തിൽ പറയണം. ആ കൂടെ പറഞ്ഞ സ്തോത്രം ചെയ്യേണ്ടത് അത്യുച്ചത്തിലാ. അത് ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ചിലക്ക് പെന്തിക്കോസിലാണെങ്കിൽ ഇപ്പോഴും നാണക്കേടാ സ്തോത്രം ചെയ്യുന്ന വലിയൊരു കേൾക്കുവാന്ന്. അത് വിഷയം വിടുക. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. സമയം തക്കത്തിൽ ഇന്ന് രാത്രി മതി. പ്രിയരെ, നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം.
എപ്പോഴും അവസരം ലഭിച്ചെന്ന് വരികയല്ല. ഞാന് ദൈവമക്കളോടുമൊക്കെ പറയും, ഞാൻ സഭയിൽ പറയും, കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ വേദപുസ്തകം വായിച്ചോണം. വേറെ പലതും അങ്ങ് വായന നിർത്തിയച്ച് വേദപുസ്തകം വായിക്കണം. അതിനാ കണ്ണിന് കാഴ്ച തന്നിരിക്കുന്നത്. കാഴ്ചയുള്ളപ്പോൾ വേദപുസ്തകം വായിക്കില്ല. ഇപ്പം ദശയം വളർന്ന് തിമിരവും കയറി കണ്ണിന് നല്ല കാഴ്ചയുള്ളപ്പം ദൈവോചനം വായിച്ച് ധ്യാനിച്ചോണം. കൈ അടിക്കാൻ ആദ്യം ഉള്ളപ്പോ കൈ അടിച്ചോണം. കൈ കൊട്ടണമെന്ന് കൊട്ടു. ചിലരുടെ ഇരിപ്പ് കണ്ട് തനിക്ക് ചുണയുണ്ടോ എന്നെ ഒന്ന് അല്ല ആ മൈലായിരിക്കും. തന്റെ വലിയവൻ വിചാരിച്ച കൊട്ടണ്ട. ലാസ്റ്റ് ഒരുമാതിരി അസുഖമുണ്ട്. അതിന് ഇംഗ്ലീഷാ, എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല. ഇങ്ങനെ എന്തുവാ മോനെ, മോനും അറിയാൻ മേല ഇംഗ്ലീഷ്. ഇങ്ങനെ എപ്പോഴും തരത്തിരിക്കുന്നേ. എനിക്ക് ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചു, തമ്പേറടിച്ച് ആത്മാവിൽ നിറഞ്ഞ അടിച്ച് ദൈവം അനുഗ്രഹിക്കണം. ഞാൻ ശ്രദ്ധിച്ചു. അത് നല്ല താളവും പോയില്ല. ദൈവത്തിന് മഹത്വം. ഇപ്പൊ പാട്ട് പഠിച്ചാൽ മതില്ല. നീ എപ്പോഴും ഇങ്ങനെ കാപ്പി വരുമ്പോഴും നങ്ങച്ചൻ കിടകിടാന്ന് അടിച്ചിരിക്കും. നീ മേളത്തിൽ അടി മേടിക്കരുത്. ഞാനൊരു പേര് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അവസരം കിട്ടുമ്പം സമയം നഷ്ടപ്പെടുത്തി കളയരുത്. കൈക്ക് ബലമുള്ളപ്പോൾ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശബ്ദമുള്ളപ്പോൾ ദൈവത്തെ സ്തുതിക്കണം. ദാവീദൊക്കെ പറയുക, ഞാൻ എന്റെ ദൈവത്തോട് ഉച്ചത്തിൽ കൈയടിക്കുമ്പോൾ ഉച്ചത്തിൽ കൈത്താളം കൈയടിക്കണം, താളത്തിലടിക്കണം, ഉച്ചത്തിലടിക്കണം. യോബിന്റെ പുസ്തകം പഠിച്ചാൽ കൈ കൊട്ടുമ്പോൾ ദുഷ്ടചക്തി മാറിപ്പോകും. കൈ കൊട്ടുമ്പോൾ യോബ് കൈ കൊട്ടി. ശത്രുക്കൾ പറഞ്ഞു അവൻ കൈ കൊട്ടുന്ന. അവൻ കൈ കൊട്ടിയത് കൊണ്ട് വിടുതലുണ്ടായി. മുകളിൽ മുതൽ താഴെ വരെ പരിക്കളും വ്രണങ്ങളുമായിരുന്നു. പുറമേയുള്ള പരിക്കളെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ പരിക്കളും വ്രണങ്ങളും ഉണ്ടായിട്ട് അകത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. അതുകൊണ്ട് അയ്യോ പറയാ, എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഖ്യവും എന്റെ യാതന എന്റെ ഉടപ്പിറന്നവൾക്ക് അറപ്പും. അങ്ങനത്തെ അനുഭവത്തിലിരിക്കുമ്പോഴും കൈകൊട്ടി ദൈവത്തെ ബന്ധപ്പെടുത്തി. അത് കണ്ടോണ്ട എലീഹു 39 വായിച്ച് എലീഹു ഒക്കെ പറയുന്നുണ്ട്. അവൻ പിന്നെയും കൈ കൊട്ടുന്നുണ്ട്. കൈ കൊട്ടിയതിന്റെ ആ വിടുതൽ 42 കണ്ടു. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. നാട്ടുകാർ പറയും കൈ കൊട്ടും, ഭയങ്കര ശബ്ദമാ. അല്ല, നാട്ടുകാർ സഭയ്ക്കകത്തിരിക്കുന്നവൻ പറയുമല്ലോ. ഇപ്പൊ ചുമ്മാ നാട്ടുകാർ കൈതായിരിക്കും പോലെ ഇരിക്കുന്നതേ ഉള്ളൂ. കൈ കൊട്ടണം. ഇതൊക്കെ പാടി ആരാധിച്ച് നൃത്തം ചെയ്ത് വിടുതലെടുത്തവരാ വിടിരിക്കുന്നത്. ഇത് ഈ വെളിവ് കെട്ടവനോട് ഇത് പറഞ്ഞാലൊന്നും. പണ്ടൊരു തമിഴ് സഹോദരൻ പറഞ്ഞ പോലെ ശീലിച്ചു പോയി സാറെ സെറിപ്പിടുകയല്ല. നമ്മളിനെ തന്നെ കൈ കൊട്ടണം. കൈ കൊട്ടുന്നതിന് വിടുതലാ. വാക്യങ്ങൾ ഒത്തിരി തരാം. യോബ് കൈ കൊട്ടി, അത് വിടുതലായി. പർവ്വതങ്ങൾ കൈ കൊട്ടുന്നെന്ന് വാക്യമുണ്ട്. പ്രവാഹങ്ങൾ കൈകൊട്ടുന്നെന്ന് വാക്യമുണ്ട്. കാട്ടിലെ വൃക്ഷങ്ങൾ കൈകൊട്ടുന്നെന്ന് വാക്യമുണ്ട്. ദൈവത്തിന് മഹത്വം. അവസരം കിട്ടുമ്പോൾ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചോ. ഞാന് നിങ്ങൾ എന്നെ വേറെ രീതിയിലൊന്നും ചിന്തിക്കരുത്. ഒരു പരമവിശുദ്ധൻ വന്ന് ചാടിയെന്നൊന്നും പറയരുത്. ഞാന് വെളുപ്പിനെ രാവിലെ എഴുന്നിട്ട് പാട്ട് പാടും. തമ്പേറടിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം അന്നേരം വന്നോണം. അല്ലേ ആ വീട്ടിൽ ഒരുത്തനെ ഞാൻ താമസിപ്പിക്കുകയാണ്. ഭാര്യ ആണെങ്കിലും കൊള്ളാം, മോനാണെങ്കിലും കൊള്ളാം, അതിഥി ആണെങ്കിലും കൊള്ളാം. ആ സ്തോത്രം. നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ യോജിക്കത്തില്ലെന്ന് എനിക്കറിയാം. രാവിലെ എഴുന്നേറ്റ് ഇന്ന് വരുന്ന 3-4 പാട്ട് പാടി. ഒരു പാട്ട് കൊണ്ടൊന്നും നിർത്തത്തില്ല. നിങ്ങളുടെ ഒരു അതിഥി വന്ന് പറഞ്ഞു പാടി ഊപ്പാട് വരിക. പിന്നെ ഇങ്ങോട്ട് വരികയല്ലോ. താല്പര്യമുള്ളവൻ വരികയും ചെയ്യും. താല്പര്യമുള്ളവൻ വരികയും ചെയ്യും. താല്പര്യമില്ലാത്ത പിന്നെ ആ വഴിക്ക് വണ്ടി. ഇത് ആരാധനയുടെയും പ്രാർത്ഥനയുടെ വിടുതൽ അനുഭവിച്ചവരാ. ആരാധനയിൽ കൂടിയുള്ള വിടുതൽ, പ്രാർത്ഥനയിൽ കൂടിയുള്ള വിടുതൽ.
പിണങ്ങരുത്, തെറ്റിദ്ധരിക്കരുത്. കൊടുക്കാൻ പ്രാപ്തിയുള്ളപ്പം കൊടുക്കണം. അത് ചെയ്തോ. ചെല്ലി പറഞ്ഞ പക്ഷേ ആഗ്രഹമുണ്ട്, പക്ഷേ അല്ല വചനത്തിൽ നിന്ന് തരാം. അപ്പൊ പിന്നെ ഉടക്കുകയല്ലോ. നിങ്ങളാണ് ഫിലിപ്പിയർ ലേഖനം 4:10 ഒന്ന് വായിച്ചേ. അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിച്ചോ. ഫിലിപ്പിയർ 4:10. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി ഇത് പൗലോസ് ഫിലിപ്പിയരോട് പറയുക. അല്ലയോ ഫിലിപ്പിയരെ, നിങ്ങൾ പിന്നെയും എന്ന് പറഞ്ഞ നിങ്ങൾക്ക് പിന്നെയും എന്നെ പറ്റി വിചാരം. ഈ പിന്നെയും വിചാരം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവർ വിചാരിച്ച് ചെയ്തതാ, പിന്നെയും ഇവര് വിചാരിച്ച് ചെയ്യുക. ഈ ഫിലിപ്പിയരെ പറ്റി പഠിക്കുമ്പോൾ ഗ്രീസിന്റെ ഇങ്ങേ വശത്തുള്ള സഭ പ്രധാന 3 സഭയാണ്. ഒന്ന് ഫിലിപ്പിയ സഭയും, ഒന്ന് തെസ്സലോനിക്ക സഭയും, ഒന്ന് ബെരോവായിലെ സഭയും. 3 സഭകളാണ്. അങ്ങേ വശത്ത് ഏതൻസും കൊരിന്ത് സഭയും. അപ്പൊ ഈ 3 സഭകളെ പൊതുവിൽ പറയുന്നത് മക്കതോന്യ സഭകളെന്ന്. ഫിലിപ്പിയ സഭയും തെസ്സലോനിക്ക സഭയും ബെരോവായിലെ സഭയും പൊതുവിൽ പറയുമ്പോൾ മക്കതോന്യ സഭ, ആസിയയിലെ സഭകൾ എന്ന് പറഞ്ഞ പോലെ മക്കതോന്യ സഭ. ആ മക്കതോന്യ സഭയിൽ പ്രധാനപ്പെട്ട സഭയാ ഫിലിപ്പിയ സഭ. അപ്പോൾ ഇവര് പൗലോസിനെ പറ്റി ഭയങ്കര വിചാരമാണ്. നിങ്ങൾ ഏത് സഭയിൽ നിൽക്കുന്നോ ആ സഭയിലെ ശുശ്രൂഷകനെ പറ്റി ഒരു വിചാരം ഉണ്ടായിരിക്കണം. പലരുടെയും വിചാരം പുള്ളിയെ എന്ന് മാറ്റാന്ന അങ്ങനത്തെ വിചാരമുള്ളവരുണ്ട്. ഇയാളെ 1 വർഷം ഇവിടെ എല്ലാരും വിചാരം വേണം. ഈ ഫിലിപ്പിയർക്ക് ഭയങ്കര വിചാരമാണ്. അങ്ങനെ വിചാരിച്ച് പൗലോസ് തടവിൽ കിടന്നുകൊണ്ടായി എഴുതുന്നത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയാം, നിങ്ങൾ പിന്നെയും എന്നെ വിചാരിക്കുന്നു എനിക്ക് വേണ്ടി. അപ്പൊ നേരത്തെ ഇവർ വിചാരിച്ച് ചെയ്തവരാ. അതാ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 9 വായിച്ചേ. ഞാനിത് പറയാൻ വന്നതല്ല, വന്ന വഴിയൊന്നും കയറുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ കൊരിന്ത്യരോട് പറയാം, അയ്യോ കൊരിന്ത്യരെ, നിങ്ങളുടെ ഇടയിൽ ഞാനിരുന്നപ്പോൾ എനിക്ക് മുട്ട് വന്നു. മുട്ടുണ്ടായാറ് നിങ്ങളെ ആരെയും ഭാരപ്പെടുത്തിയില്ല. മക്കദോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്രേ. എങ്ങനുണ്ട്? ഇതാണ് നേരത്തെ ചെയ്തത്. എന്നിട്ട് 4:10 പറയാ, നിങ്ങൾക്ക് പിന്നെ എന്നെ പറ്റി വിചാരം. ഇത് ആരോട് പറഞ്ഞ? കൊരിന്ത്യരോട്. ഞാൻ നിങ്ങളുടെ ഇടയിരുന്നപ്പം മക്കദോന്യയിൽ നിന്ന് വന്നവരാ എന്റെ മുട്ട്. ഇവരാരാ? ഇവർ വലിയ പ്രഗത്ഭന്മാരല്ലേ കൊരിന്ത്യര്. ആരാ കൊരിന്ത്യര്? 1-3-4 വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 4-ാം വാക്യം. പെട്ടെന്ന് വായിച്ചു. കൊരിന്ത്യരാരാ എന്ന് വായിച്ചോ. നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനെ നിങ്ങൾ വിശേഷ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും. ഇതാ കൊരിന്ത്യ സഭ ഭയങ്കര സാക്ഷ്യമാണ്. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ സാക്ഷിയുണ്ട്, സാക്ഷിയുള്ളവരാ, സാക്ഷി പറയും. സ്റ്റേജിലൊക്കെ നല്ല നല്ല വകുപ്പൊക്കെ നമ്മളിവിടെ സാക്ഷ്യമൊക്കെ നല്ല. ഇന്ന് വരെ ആരുടെയും കൊടുത്തിട്ടുണ്ടോ? സ്തോത്രം. സാക്ഷ്യമൊക്കെ ഭയങ്കരമാണ്. വചനത്തിൽ ഭയങ്കര നിട്ടമാണ്. ആരാ? കൊരിന്ത്യര് ഭയങ്കര നിട്ടമാണ്. അവര് നിങ്ങൾ വിശേഷ സകല വചനത്തിലും കുറുവാക്യം വായിക്കുമ്പോഴേ അറിയാം എവിടൊക്കെ കയറുമെന്ന്. ഈ വചനത്തിൽ തിട്ടമുള്ളത് കൊണ്ട് മിക്കവരുടെയും ബൈബിള് പോലും ഇല്ല. തിട്ടമുള്ളത് കൊണ്ട് ഇതിന്റെ ആവശ്യം ലോകത്തിന് വന്നിരിക്കുന്ന കണ്ടില്ല. എല്ലാവരും മൊബൈലുണ്ട് എല്ലാവരുടെയും. കാരണം കുഴപ്പമല്ല, വചനത്തിൽ ഭയങ്കര തിട്ടമാണ്. 1-ാമത്തെ കാര്യം കൊണ്ടുവരികയല്ല, 2 കൊണ്ടുവന്ന തുറക്കത്തില്ല.
കാരണം തിട്ടമുള്ളത് കൊണ്ടാണ്. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമാണ്. തിട്ടമുണ്ടല്ലോ. ഇവര് വചനത്തിൽ ഭയങ്കര തിട്ടം മാത്രമല്ല ഭയങ്കര പരിജ്ഞാനമുള്ളവരാ. അതുകൊണ്ട് കൈയടിക്കോ ഗ്ലോ ഒന്നും പറയത്തില്ല. വളരെ ലോകത്തിന്റെ പരിജ്ഞാനത്തോടെ ഭയങ്കര പരിജ്ഞാനം. എടാ പെന്തിക്കോസ് യോഗത്തിന് വന്ന് കയ്യും കെട്ടി വായും പൂട്ടി മിണ്ടാതെ മൃഗലിക്കാത്ത പരിജ്ഞാനമല്ല, നിന്നെ പോലെ ഒരു വിവരദോഷി. ഒന്നുകൂടി പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശ എടുക്കുന്നവരുടെ കാര്യമാണ്. ആദ്യമായിട്ടും അതിഥികളായിട്ട് നമ്മുടെ യോഗത്തിന് വരുന്നുണ്ട്, അവരുടെ കാര്യമല്ല. പെന്തിക്കോസിൽ വർഷങ്ങളായിട്ട് ഇതിനകത്ത് കയറി പാത്തിരുന്നേച്ച് എല്ലാ ഞായറാഴ്ചയിലും 7 വർഷം തിന്നും പോലെ തിന്ന് ഇതിലെടുക്കുന്ന നീയെ ഈ യോഗത്തിന് വന്ന് കൈട്ടി വായും മൂട്ടി അനങ്ങാതിരുന്നാൽ നിന്നെ പോലെ ഒരു ഒന്നും ഞാൻ പറയുന്നു. ഇത് പെന്തിക്കോസാ. അപ്പൊ ഈ കൊരിന്ത്യര് ഭയങ്കര വചനത്തിൽ തിട്ടോ പരിജ്ഞാനോ നല്ല സാക്ഷ്യവും മാത്രമാണോ ഒരു കൃപാവരത്തിലും. പക്ഷേ മുട്ടു തീർക്കണമെങ്കിൽ തെസലോനിക്കയാണ് ആ മക്കതോന്യ സഭയെന്ന് എന്നാ ഈ ദൈവദാസൻ ഇവിടെ ഇരിക്കുക. ഏതാ പൗലോസ്. നമുക്ക് വചനത്തിലൊക്കെ നല്ല തിട്ടമല്ലേ. ദാനിയേലും വെളിപ്പാടോടെ ചേർത്താ പ്രസംഗിക്കുന്നത്. പക്ഷെ പുള്ളിയുടെ മുട്ട് മാറ്റണമെങ്കിൽ ആ മുട്ട് മാറ്റാൻ ഇവർക്കറിയാം. അവസരം കിട്ടിയ തല്ലി ഒടിച്ചേ. അപ്പൊ പൗലോസ് കൊടുത്തിരിക്കുമ്പോൾ മുട്ട് തീർക്കാൻ മക്കതോന്യൻ ആൾക്കാർ വന്നു. മക്കതോന്യ സഭക്കാര് അതിൽ ഫിലിപ്പിയ സഭ, ഫിലിപ്പിയന്റെ സഹോദരന്മാര് വന്ന. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ആ ഫിലിപ്പിയൊക്കെ വന്നു അവർക്ക് കൊടുക്കാൻ സാഹചര്യം കൊണ്ട് കൊടുത്തു. 1, 2, 3, 5 പ്രാവശ്യം കൊടുക്കട്ടെ, അവരെ പോലാണോ ഞങ്ങള്? ഇതല്ലേ നമ്മുടെ ധാരണ. അവര് കൊടുക്കാനുണ്ടല്ലേ. ഞാന് ഇരുത്തിക്കൊണ്ട് പുകഴ്ചയല്ല, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആദ്യം പിടി കിട്ടിയില്ല. സണ്ണിച്ചാൻ പറഞ്ഞു, നമ്മുടെ ജെയിംസാനാന്ന് പറഞ്ഞു. അനേകരുടെ മുട്ട തീർത്തി ഒരു മാന്യ കർത്തദാസൻ. അത് അതിശോക്തിയൊന്നും അല്ലല്ലോ പറയുന്നേ. എത്രയോ ദൈവദാസന്മാരെ കൊണ്ടുപോയി പാർപ്പിച്ച് ശുശ്രൂഷയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. നിങ്ങൾ വലിയൊരു പോയിട്ടുണ്ട് കൈ പോക്ക് ആരും പോയില്ലേ? അമ്മ കുഞ്ഞും പോയി, സോമഭാസും പോയിരുന്നു. ഇല്ലേ? കൈ ഒഴുകുനെ പൊക്ക് ഓടി. ധാരാളം എത്ര പേർക്ക് ആശ്വാസം. ഇപ്പം നിങ്ങൾ പറയാ ഞങ്ങളും ചെയ്തിട്ടുണ്ട്, നിങ്ങളെ അഭിനന്ദിക്കുന്നു. സന്നിധാനല്ലേ ചിലർക്ക് കൊടുക്കണമെന്നുണ്ട്. അവര് പറഞ്ഞത് അവര് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ മക്കതോന്യക്കാര് മക്കതോന്യക്കാരെങ്ങനെ വായിച്ച 8:1 മുതൽ അറിവുള്ള വാക്യമാ. 8 കൊടുത്തൽ കഴിഞ്ഞ 2-ാം ലേഖനം 8:1 മുതൽ വായിച്ചേ. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് അപ്പൊ എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ സഭ, തെസലോനിക്ക സഭ, ബെരോവ സഭ, അതാ ബഹുവചന സഭകൾക്ക്. അതിൽ പ്രധാനപ്പെട്ട സഭ ഫിലിപ്പിയ സഭയാണ്. അതാ മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ. അവര് ലഭിച്ച ദൈവകൃപ എന്ന് പറഞ്ഞാൽ സ്തോത്രം. ആരെയും കാണുമ്പോൾ നിങ്ങളുടെ തെക്ക് വശത്തിൽ കൊടംപുള്ളി, അതൊന്നുമല്ല കൃപ. അമ്മാമ്മ കെന്നഡി എയർപോർട്ടിൽ നിൽക്കുന്നതായി ഇതൊന്നുമല്ല അവർക്ക് ലഭിച്ച കൃപ. നിങ്ങളുടെ വീടിന്റെ തെക്ക് വശത്ത് ഒരു കുപ്പിക്കകത്ത് എന്തോ, ഇതൊന്നുമല്ല അവര് അവിടെ കൃപ. അയ്യോ, അമ്മാമ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അണലി തറ കൂടിയിരിക്കുന്നതായിട്ട് അതൊന്നുമല്ല കണ്ട. അച്ഛന്റെ വീടിന്റെ ഗേറ്റിൽ ഒരു വെട്ടുപോത്തിങ്ങനെ, ഇതൊന്നും അല്ല അവരുടെ കൃപ എന്നാ വായില്. കഷ്ടത എന്ന അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ അതാ അവരുടെ കൃപ. കഷ്ടത എന്ന കഠിനശോധനയ്ക്കകത്തൂടെ പോവുക മാത്രമല്ല ദാരിദ്ര്യം.
ഇതിന്റെ നടുവിൽ കൂടെ പോകുമ്പോഴാ പൗലോസിന്റെ മുട്ട് തീർത്തത്. ഒരു പ്രാവശ്യമാണോ തീർത്തത്? പിന്നെയും പണ്ടെങ്ങാണ്ട് 500 രൂപ കൊടുത്താൽ അതിങ്ങനെ കീർവാണം അടിച്ച് നിൽക്കുകയല്ല. പണ്ട് ഞങ്ങൾ കൊടുത്തത് സഭയ്ക്ക് 5 സെന്റ് സ്ഥലം 1 ഏക്കർ ഉണ്ടെങ്കിൽ നാം കൊടുത്തത്. അത് വഴിയില്ല, പുഴയില്ല. ഭരതവന്റെ ഷർട്ട് അപ്പുറത്തെ കമ്പിമുള്ള കയറി ഉടക്കുകയും ചെയ്തു. അല്ല, തുറന്നു പറയാ, യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ സ്ഥലമില്ല. പണ്ട് 5 സെന്റ് കൊടുത്തതിന്റെ മിണ്ടുന്നില്ലല്ലോ. ഞാൻ ഇച്ചിരി സമയം കൊണ്ട് എടുത്തോട്ടെ, അതോ ഇപ്പൊ നിർത്തി എന്തുവായി സമയം? എന്നാ കുഴപ്പമില്ലല്ലോ. നമ്മൾ ഈ കൃപയെന്ന് ഉദ്ദേശിക്കുന്ന പ്രവചനവും വെളിപ്പാടും അന്യഭാഷ അല്ല തള്ളി പറഞ്ഞത്. ഭൂതത്തെ ഇറക്കുകയും കയറ്റുകയും അടിക്കുകയും ചൊല്ലി അടിക്കുകയും. നമ്മുടെ തന്നെ പറയാം, അവൻ തകിട് രാജാവാണ്. എവിടെ ചെന്നാലും വേറൊരാളോട് എണ്ണ പ്രാർത്ഥിച്ച് പെണ്ണുങ്ങൾക്കെല്ലാം പെണ്ണുങ്ങളെന്നെ കുടിച്ച് ജോലി പച്ചവളിക്കകത്തോടെ നോക്കാനും വരികയല്ലേ. അത് പറയാം, പുള്ളി എന്ന് പറയാം ഇറങ്ങട്ടെന്ന്. എന്നത് ഞാൻ തള്ളുമ്പോ തള്ളേ നിങ്ങളുടെ കുടലിറങ്ങും, മര്യാദ എണ്ണ പ്രാർത്ഥിച്ച് കുടിപ്പിച്ചു. ഇവരുടെ കൃപ ഇതൊന്നുമല്ല. കർത്തൃ എന്ന ഗണനശോധനയ്ക്കകത്തൂടെ പോവുക, മഹാദാരിദ്ര്യത്തിലൂടെ പോകുന്നത്. പക്ഷെ ആ സമയത്തും ശുശ്രൂഷകന്മാരുടെ, ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ മുട്ട് തീർക്കുന്നത് ദൈവകൃപ. എല്ലാം കിട്ടിയിട്ടെല്ലാം ചെയ്യാനൊക്കത്തില്ല, എല്ലാം അനുകൂലമായിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. അവൻ ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പലവേറെ ചൊല്ലുവാനില്ല നാളെയെന്നത് നിനക്കുള്ള കാലമേറെ. ബഹുമാന്യ കർത്തൃദാസന്മാരെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാന് പുകഴ്ചയൊന്നും പറയാന്ന് ധരിക്കരുത് കേട്ടോ, ക്ഷമിക്കണേ. ഞാൻ കഴിവിന്റെ പരമാവധി എന്റെ സമയം വെറുതെ കളയുകയല്ല. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഈ ഉറങ്ങുന്ന സമയമേ എനിക്ക് പോകും. അതും ഒത്തിരി ഒന്നും ഉറങ്ങുന്നില്ല, 4 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ. ഒരാളോട് പറഞ്ഞു, മിക്കവാറും നിനക്ക് വട്ട് പിടിക്കാത്തതില്ല നടന്ന എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ ഉറങ്ങാതിരുന്ന് ചാറ്റ് ചെയ്യല്ലെന്ന്. മൊബൈലിനകത്ത് വേറെ എന്നാലും കൂടെ കാണാം. സ്തോത്രം. ഞാൻ കൂടുതലും എപ്പോഴും യാത്രയാ, വണ്ടിക്കകത്തിരുന്നാ കൂടുതലും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എനിക്ക് 3-4 മണിക്കൂർ കിട്ടും പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ സഭയിലെ എല്ലാ വ്യക്തികളുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. എനിക്ക് അറിവുള്ള കർത്തദാസന്മാരും ദൈവം എല്ലാം പേര് പറഞ്ഞങ്ങോട്ടിരുന്ന് പോരാടി പ്രാർത്ഥിക്കും. അവിടെ വണ്ടി ഓടിക്കുന്ന സഹോദരനോട് വേറെ കൊണ്ട് ചോദിച്ചു നോക്കും. സ്തോത്രം. നിങ്ങളെല്ലാം മോശക്കാരാന്നല്ല പറഞ്ഞു വെച്ചത്. നമ്മുടെ സമയമൊന്നും വെറുതെ കളയരുത്. നാളെ ഒരു അവസരം കിട്ടുമെന്ന് ആരറിഞ്ഞു? സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ നൃത്തം ചെയ്ത് ആരാധിച്ചോണം. അല്ല, എന്തിനാ കോവിഡിന്റെ സമയത്ത് ചിന്തിച്ചതല്ലേ ഒരു കൂട്ടായ്മ? എന്തിനാ ദൂരോട്ട് പോകുന്നത്?
കോവിഡ് രൂക്ഷമായപ്പോ പെരയ്ക്കകത്ത് നിന്ന് ഇറങ്ങാൻ മേലല്ലോ. ചിന്തിച്ചതല്ലേ ഒരു ദൈവമക്കളെ കണ്ടാൽ ഒരു ചെറിയ കൂട്ടായ്മ. ദൈവത്തിന്റെ പിണങ്ങരുത്, തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് കോവിഡിന്റെ സമയത്ത് പിണങ്ങരുത്, മറ്റു ചിന്ത വരരുത്. അനേക സഭകള് അടച്ചപ്പം ദൈവകൃപ കൊണ്ട് തിരുവല്ലയിൽ ഒരു കൂട്ടായ്മ ആരംഭിച്ചു. അതിന് ദൈവം കൃപ നൽകി. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് എല്ലാ ഞായറാഴ്ചയും തിരുമേശ ശുശ്രൂഷ ഉണ്ടായിരുന്നു. കോവിഡിന്റെ രൂക്ഷ സമയത്ത് അപ്പൊ ചോദിച്ചു അതൊക്കെ എങ്ങനെ? ഒക്കെ അങ്ങ് ദൈവം നടത്തി. ദൈവകൃപ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം കൂടെയുള്ള 1-2 ശുശ്രൂഷ, അച്ഛാ ഇന്ന് ആരാധന നടക്കുകയല്ല. ഞാൻ ചോദിച്ചു അതിനാ? ഇവരെ ചെക്കിങ്ങും പ്രശ്നമാണ്. രാത്രി വിളിച്ചു പറഞ്ഞു 10 മണി കഴിഞ്ഞാൽ 5 പേർക്ക് കൂടാനൊന്നും. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് വെളുപ്പിന് 4 മണിക്ക് സഭായം തുടങ്ങും. ആ നീ വരുമോ? ഞാൻ വരാം. ആ അവനെ ചോദിക്കും വരുമോന്ന്. വരാന്ന് പറഞ്ഞു. വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ കൂടി 8 മണിയായപ്പോ സഭായം നടത്തി. എല്ലാരും വീട്ടിലും പോയി. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച വരെ എല്ലാ ആഴ്ചയിലും തിരുമേശയും നടത്തി. നാളത്തെ ദൈവകരങ്ങളില്ല. ഒരു ദിവസം ആരാധന നടന്നുകൊണ്ടിരിക്കും. ആരാധന തുടങ്ങി, അതിനുശേഷം കോവിഡിന്റെ സമയം. അപ്പൊ ഒരുത്തം വന്ന് പറഞ്ഞു, കൂടെയുള്ള ഒരാളാ, എല്ലാവർക്കും ഒന്നും വിശ്വാസമൊന്നുമില്ലല്ലോ. അപ്പൊ അവൻ പറഞ്ഞു, അച്ഛാ ഇന്ന് പോലീസ് വരുമെന്ന് പറഞ്ഞു. എല്ലായിടത്തും ചെക്കിങ്. ഇന്ന് പോലീസ് വരാൻ പറഞ്ഞു. പോലീസ് വരുമ്പോ നീ അങ്ങോട്ട് എന്ന് പറയണം, എന്റെ പൊന്നു സാറേ ഞങ്ങൾ നിരപരാധിയാണ്, ആണ്ട് ആ ഒരുത്തനായി ചതിവല്ല ചെയ്തെന്ന് എന്നെ ചൂണ്ടിക്കാണിക്കണം. ചൂണ്ടിക്കാണിച്ചിട്ട് നീ ഓടിക്കുവാ. എടാ കുറുക്കൻ മുട്ടിയ മതിലിടിയുമെന്ന് ഇവനൊക്കെ പറഞ്ഞു തരും. നെഹമ്യാ പറഞ്ഞ അവന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഞാൻ പറഞ്ഞടാ ഇവിടെ പൊട്ടാ, ഇവിടെ എല്ലാം ദൈവം ദൂതനെ നിർത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാം ദൂതന. അഥവാ ഏതെങ്കിലും ഒരുത്തൻ ചെക്കിങ്ങിന് വന്നാൽ അന്നാണ് ഇവന്റെ ബുദ്ധി മറിച്ചിട്ട് അവൻ നേരെ കോലശ്ശേരിക്ക് പോകുവാണ്. നിനക്ക് വിശ്വാസമുണ്ടേ കയറിയിരുന്ന അല്ലേ? പണ്ട് മല്ലപ്പള്ളിക്കാരൻ പറഞ്ഞ പോയത് പോട്ടെ പോലടി പാപ്പി എന്ന് പറഞ്ഞ പോലെ ഈ പോകാൻ പറഞ്ഞു. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് ഒറ്റ ആരാധനയും മുടങ്ങിയിട്ടില്ല. വലിയ പുള്ളിയാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, ഏറ്റവും കൊച്ച, പക്ഷെ വലിയവനാ കൂടെ ഉള്ളത്. അനേകർക്ക് ആ ശുശ്രൂഷ അനുഗ്രഹമായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര്. ചിലക്ക് എന്നെ ഇഷ്ടമല്ല, താല്പര്യമൊന്നുമില്ല, അത് അവിടെ നിൽക്കട്ടെ. എന്നാലേ അനേക ഇടങ്ങളിൽ ചെല്ലുമ്പം ഹൈന്ദവ സ്നേഹിതന്മാര് ധാരാളം പേര് വന്ന് കൈതരും. ഇന്ന പാസ്റ്റല്ലേ? അതെ, എന്നും പ്രസംഗം കേൾക്കുമെന്ന് മതി, എന്നെങ്കിലും ദൈവം ഇടപെടും. ലൈവ് ഉള്ളത് കൊണ്ടെല്ലാം ഒന്ന് കോളിൽ കുറച്ച്
നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. തീർച്ചയായിട്ടും ഒരു ദിവസം മടങ്ങി വരും. അതുകൊണ്ട് പ്രിയരെ, സമയം തക്കത്തിൽ ഒരു കാര്യം മാത്രം പറഞ്ഞ് മെസ്സേജ് നിർത്തുക. സമയം തക്കത്തിൽ വിധിച്ച ഒരു സംഭവം, ഒത്തിരി ഉണ്ട്. ഒരു സംഭവം വായിച്ചേ, നമുക്ക് അറിവുള്ള വാക്യമാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പെട്ടെന്ന് പുറപ്പാട് 32:26 തടയെന്ന് വായിക്കണം. മോശ പാളയത്തിന്റെ വാതിക്കൽ നിന്ന് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കലത്തെ ലേവ്യരെല്ലാരും കൂടെ അവന്റെ അടുക്കൽ വന്ന് സന്ദർഭമൊക്കെ നിങ്ങൾക്ക് അറിയാം. മോശ പാളയത്തിന്റെ വാതിക്കൽ വന്ന് ചോദിക്കാം, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് യഹോവയുടെ പക്ഷത്ത് നിൽക്കുക. ഈ 30 ലക്ഷം ജനത്തിനിടയിൽ ഒരു കണക്കാ, കൂടാനാ സാധ്യത, കുറയാൻ സാധ്യതയില്ല. ഈ മഹാലക്ഷത്തിന്റെ ഇടയിൽ ആരെങ്കിലും യഹോവയുടെ പക്ഷത്ത് നിൽക്കാനുണ്ടെങ്കിൽ എന്റെ അടുക്ക വരണം. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്നാലേ ലേവ്യരെല്ലാരും കൂടെ എന്ന് പറഞ്ഞാൽ ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. മോശ പർവ്വതത്തിൽ കയറിപ്പോയി കാണാതെ വന്നപ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി. അറിയാമല്ലോ ചരിത്രം. ദക്ഷിണപത്തൊരു മൂരിക്കുട്ടനെ കുണുക്കെല്ലാം കൂടെ പെണ്ണുങ്ങൾ പറിച്ചു കൊടുത്തു. അതുകൊണ്ടെല്ലാം ഊരി കൊടുത്തത് കൊണ്ട് ഒരു സന്തോഷമുണ്ട്. ഊരിയല്ലോ. ഇപ്പൊ ചെല്ലു പറയുന്ന ഊരിയിട്ടുള്ള ആരാധനയൊന്നും വേണ്ട. അപ്പൊ തന്നെ നമ്മുടെ ചില പാസ്റ്റർമാരും പറഞ്ഞുകൊണ്ട് അമ്മാമിക്ക് ഊരിനെ ഊരാം, ഊരുണ്ടെങ്കിൽ ഊരണ്ട, ഇടണമെങ്കിൽ ഇടാം, ഇടണ്ടെങ്കിൽ ഇടണ്ട. ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് നിൽക്കട്ടെ. തെറ്റിയോ? എന്റെ ആശുലൈക്ക് എടാ, ഇത് ഉള്ളത് പോലെ പറയണം. നിങ്ങൾ സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കരുത്. ഇഷ്ടപ്പെട്ടാ മതിയെന്നേ. ഇതിവിടെ ഒന്നുമല്ല പ്രതിഫലം. പ്രതിഫലം അവിടെ ചെല്ലുമ്പോ, ഇവിടെ ഒന്നും കിട്ടുകയല്ല. പ്രതിഫലം അവിടെ ചെല്ലുമ്പോ അറിയാം. സ്തോത്രം വേണ്ടെന്ന് പറഞ്ഞു. ഇതൊരു ഊരി. അതിനും എനിക്ക് ബഹുമാനം ആദരവോട് ഉണ്ട്. കാരണം പുള്ളി ഇതെല്ലാം കൂടെ മേടിച്ച് മുങ്ങിയില്ലല്ലോ. ഈ പെണ്ണുങ്ങളുടെ കുണുക്കെല്ലാം കൂടെ മേടിച്ച് കുട്ടിച്ചാക്കനകത്ത് കയറ്റി വെച്ച് പുള്ളി ഇന്നത്തെ അകരോനാണ് അത് എടുത്തോണ്ട് മൊത്തം. നമ്മൾ പിന്നെ 10 ഡോക്ടർ റൗണൻ ആരും കാണാനില്ല, കണ്ടു കിട്ടുന്നവര് താഴത്തെ നമ്പർ എന്ത് മെനക്കാടാന്നില്ലേ. അകരോൻ ഇത് വാങ്ങി കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി. ലക്ഷണമൊത്തൊരു മൂരിക്കട്ടനെ ഉണ്ടാക്കി. നല്ല കൊമ്പും കാലും മത്തകവും പള്ളയും ലക്ഷണം. കാലെ കണ്ടപ്പോ ജനവളകി. ജനവളകുന്ന കണ്ടപ്പോ അകരോൻ ഇളകി. ഉടനെ അകരോൻ അതിന്റെ മുമ്പിൽ ഒരു ഈ ഇളകുന്ന കണ്ടോണ്ടെന്ന് ഇളകരുത്. ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണോ പ്രമാണമുള്ളതാണോ? അകരോൻ അതിന്റെ മുമ്പ് യാഗപീഠം പണിതു. എന്തിനേറെ ജനമെല്ലാം കെട്ടഴിഞ്ഞ് കിടക്കുക. പ്രൈസ് ആൻഡ് വർഷിപ്പ്. വർഷിപ്പ് അങ്ങോട്ട് മൂർത്തന്റെ അവസ്ഥ വന്നപ്പം ഒറ്റ ഒരുത്തന് തുണിയില്ല. 25-ാം വാക്യം വായിച്ചേ. അവരുടെ വിരോധികൾക്ക് മുമ്പായി അവർ ഹാസ്യമാകത്തക്ക വണ്ണം അകരോൻ അവരെ അടിച്ചു വിട്ട് കളയുക. ജനം ഈ ഹാസ്യമായെന്നും അടിച്ചു വിട്ടെന്നൊക്കെ മലയാളത്തിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ നേക്കണെന്ന, തമിഴ് ബൈബിളിൽ നിർവാണമായി ഇരിക്കുന്നതെന്ന. മോളെ ഇംഗ്ലീഷിൽ ഇതേത് വേർഷനാ? വായിച്ചേ. ഇതേത് നേവിയാണോ? നേക്കണമെന്ന് തന്നെ കൊടുത്തേക്കണം. തുണിയില്ല. വർഷിപ്പ് രൂക്ഷമായപ്പോ അയ്യോ, ഇപ്പോഴത്തെ പെന്തിക്കോ ഈ ആരാധനക്കാരും സ്ത്രീകൾ പോലും തലേ തുണി ഇടുന്നില്ലല്ലോ. ചില പെണ്ണുങ്ങളുണ്ട് കാല് പറഞ്ഞ കുറെ എണ്ണം തലയിൽ. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ദേഹത്ത് മിക്കവാറും. ചില പാട്ടുകാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? മാന്യമായിട്ട് യോഗ്യമായിട്ട് ശുശ്രൂഷിക്കുന്ന മാന്യ സഹോദരിമാരുണ്ട്. വേറെ ചിലതൊന്ന് മുടി അടിച്ചിട്ട് ഇങ്ങനെ പറപ്പിച്ച്, മുടി അടിച്ചിടാൻ പോലും പ്രമാണമില്ല. സംഖ്യാപുസ്തകം അഞ്ചെടുത്ത് വായിക്കണം. അടിച്ചിടുന്ന എന്തിനാന്നും ഏത് കേസിലാ പിടിക്കുന്നെന്ന്. ഞായറാഴ്ച അടിച്ചിട്ട് ഇങ്ങനെ വരിക. ഇതൊന്നും ലോക്കൽ പാസ്റ്റർമാർക്ക് പറയാനൊക്കെ ഇതില്ല. പറഞ്ഞാൽ അവര് അന്നേരം ട്രാൻസ്ഫർ ആക്കി അട്ടപ്പാടി. എന്നെ ഏത് പാടിക്ക് വിടാൻ ഓടാന്ന് പറയുന്നത്.
ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാർക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം സഭയില് പ്രശ്നമാകും. കാരണം സഭയിലെ കാശുള്ള അച്ചായന്റെ മോളാ ഇതിങ്ങനെ. അപ്പൊ പിന്നെ ആകെ 10 രൂപ അവിടെ നിന്നാണ് കിട്ടുന്നത്. അതിന് ആ വഴി പാസ്റ്റർ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പെണ്ണുങ്ങളെ എല്ലാം മുടി കെട്ടിക്കാൻ നടക്കുന്നത്, നമുക്ക് മുടി കെട്ടണമെങ്കിൽ എന്റെ മുടി നാ കെട്ടിക്കും. വെറുതെ വയ്യാവേലി. അതെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞത് ദൈവത്തിന്റെ മഹത്വം. വേദപുസ്തകത്തിന് ഇതെല്ലാം പ്രമാണമുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ഇത് അടിച്ചുവിട്ട് കെട്ടടിഞ്ഞ് ക്രമംകെട്ട്. ഞാനൊരു കാര്യം പറയാം. വചനത്തിൽ നിന്ന് സ്ത്രീകൾ മൂടുപടമിട്ട് പ്രാർത്ഥിക്കണം, പ്രവചിക്കണം. പ്രാർത്ഥിച്ചൊരു ശുശ്രൂഷ ആരംഭിച്ചാൽ ആശീർവാദം പറയുന്നത് വരെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ ആ യോഗത്തിലിരിക്കുന്ന സ്ത്രീകളെല്ലാം മൂടുപടമിടണം. അതെങ്ങനെയാണ് കാണിക്കാൻ? ഇതാ ഇങ്ങനെ മൂടുപടമിടണം. കുറഞ്ഞ പക്ഷം മൂടണം വേണ്ട, എന്നാലും ഇങ്ങനെ ഒരു വിടണം. എന്നൊരാൾ ചോദിച്ചു, എന്തിനാ ഇതുകൊണ്ട്? ഞാൻ പറഞ്ഞടാ, ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ട്, കാണിച്ചു കാരണം പൊട്ടി പിടിച്ചതൊക്കെ ഉണ്ട്, അറിയത്തില്ല. അതിനാ ഇതെല്ലാം ഇങ്ങനെ കൊണ്ട് കിടക്കുന്നത്. പിന്നെ ഇതൊക്കെ യോഗ്യമായിരിക്കണം. ഒരു കാര്യം വചനത്തിൽ നിന്ന് പറയാം. നമ്മളെക്കാൾ സൗന്ദര്യമുള്ള, ജ്ഞാനമുള്ള, ശക്തിയുള്ള ദൈവദൂതന്മാർ, ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണ്ണനും ഭയങ്കര ശക്തി. ഒരു ദൂതം വന്ന് ഒറ്റയടി 1,86,000. ഒരു ദൂതം വന്നൊരടി ക്രിമിക്കരയായി. ഈ ടൈപ്പ് ദൂതന്മാര് ജ്ഞാനസമ്പൂർണ്ണര്. ആ ദൂതന്മാര് മഹത്വവാനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് അടുത്തത് 2 കൊണ്ട് പാദം മൂടി എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ മഹത്വം മറച്ചു വെച്ചാണ് മഹത്വമുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് കടന്നു വരുമ്പോ നമ്മുടെ മഹത്വം അരക്കയ്യാൻ ബനീനുമൊക്കെ ആയിട്ട് ജാവം മർഷിപ്പിലിടത്. ജീസസ് എടാ, പുരുഷന്റെ ഊരിക്കളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. 2 കൊണ്ട് പാദം മൂടി. അന്നേരം ഒരു പാനുണ്ടെന്ന് ഇപ്പൊ ഇറുകി പറ്റുന്നേ. എന്തോ മോളെ അതിന്റെ പേര്? അതൊക്കെ വീട്ടിലിട്ടോ. സഭായോഗത്തിന് വരുമ്പോ ഇതൊന്നും ഭാഷമാർക്ക് ആർക്കും ഇപ്പം മിണ്ടാൻ മേലാത്ത ഗതികേടായി. അതുങ്ങളെല്ലാം നന്നായിട്ട് പറയാൻ അറിയാവുന്നവരാ. എന്നെ ചെയ്യാനാ? ഞാൻ പിന്നെ 2ഉം കൽപ്പിച്ചാ ഇറങ്ങിയിരുന്നു. ദൈവത്തിന് മഹത്വം. അല്ല, ഒരുത്തം പറയാനെങ്കിലും വേണ്ടായോ? ദൈവത്തിന് മഹത്വം. നമ്മുടെ മഹത്വമെല്ലാം മറച്ചു വെച്ചു വേണം മഹത്വമുള്ള ദൈവത്തെ ആരാധിക്കാൻ. ഇടയ്ക്ക് കയറി പറഞ്ഞതുള്ള വിഷയം വിട്ടേക്കാം. അപ്പൊ ഈ കെട്ടടിഞ്ഞ് വഴിവിട്ടപ്പോൾ മോശ പറഞ്ഞു ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ വായിച്ചത്. എന്നാല് ലേവ്യരെല്ലാം കൂടെ മോശയുടെ അടുക്കൽ വന്ന് മോശ പറഞ്ഞു, വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. ലേവി സമയം തക്കത്തിൽ. കാരണം ലേവിയെ പണ്ട് മൂപ്പലി ഒന്ന് പ്രാഗിയതാ. ആരാ? അപ്പൻ. പുള്ളി ഒരു നല്ല കൊള്ളിച്ചങ്ങ് പ്രാഗി. 49:5 വായിച്ചു വന്നാമേ. പെട്ടെന്ന് വായിച്ച് സമയം പോകുന്നു. ഞാൻ പറഞ്ഞപ്പോ എടുത്ത് വെക്കണ്ടേ? ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഗത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളവേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ അവരുടെ യോഗത്തിന്. അതൊന്നും വായിക്കണ്ടമ്മേ. ഞാൻ പറയുന്നതേ വായിക്കാം. അതൊക്കെ വീട്ടിൽ ചെന്നിരുന്ന് വായിച്ചോളാം. ഞാൻ പറയുന്നതേ വായിക്കാവും. സൂക്ഷിച്ചും കണ്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ. എന്നുള്ളവേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ ഇവരുടെ യോഗം കയറി വിലക്കി. ആരാ? അപ്പച്ചൻ. ശിമയോനും ലേവിയും യോഗം മനസ്സിലാകുന്ന ഭാഷയാണ്. ശിമയോനും ലേവിയും യോഗം വെച്ചാൽ നിങ്ങൾ ആരും പോകരുത്. നമ്മുടെ യോഗത്തിന് അവരെ വിളിക്കുകയും ചെയ്യരുത്. കയറി കുരുക്കിട്ട ചാപ്പം പോയത്. അതിന് കാര്യമുണ്ട്. ശിമയോനും ലേവിയും അപ്പനെ നാട്ടിച്ചവന്മാരാ.
34-ന്റെ 30 വായിച്ചേ. ഉൽപ്പത്തി 34 30 തന്നെ വായിച്ചേ. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളാകുന്ന കനാന്യരുടെയും പെരിസരുടെയും ഇടയിൽ നിങ്ങളെ നാറ്റിച്ചു വെച്ച അപ്പനെ നാറ്റിച്ച 2 എണ്ണമായി ശിമയോനും ലേവിയും. ഈ വിഷയത്തിൽ ഇവൻ അപ്പനുമായിട്ടും മറ്റവരുമായിട്ടും എല്ലാ ശേഖേമനുമായിട്ട് നിരപ്പ് വരുത്തിയില്ല. അപ്പനിത് മറന്നില്ല, ഇവന്മാര് മറന്നു. ചേരുന്ന പരിമ വന്നപ്പോൾ അപ്പം കയറി പൂട്ടി. ശിമയോനും ലേവിയും സഹോദരന്മാർ ഇവര് സാഹസക്കാരാ, എടുത്തുകാട്ടക്കാരാ, ക്ഷിപ്രകോപികളാ, ആത്മസംയമനമില്ല. ഇവരുടെ യോഗത്തിന് പോകരുത്, നമ്മുടെ യോഗത്തിന് ഇവര്. അപ്പം രാഗി എന്റെ ഭാഷയെ പറഞ്ഞ അന്ന് മുതൽ ലേവി യോഗം വെച്ച് ആരും ചെല്ലത്തുമില്ല. ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കുന്നുമില്ല. അപ്പം ശിമയോനത്തിലും കൂടെ കടപ്പെടുത്തക്കാൻ അറിയാം. പിന്നെ പറയാൻ അവസരമുണ്ട്. ലേവി അന്ന് മുതൽ ദൈവസന്നിധിയിൽ ഏറ്റു പറയാൻ തുടങ്ങി. കാരണം അബദ്ധമാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. വാളെടുത്ത് വെട്ടിയത് അപ്പോൾ ഉടമ്പടി ചെയ്തത് ലംഘിച്ചല്ലേ ചെയ്തേ, അബദ്ധമെന്നു മനസ്സിലായി. ഇവൻ അന്ന് മുതൽ ഇങ്ങനെ ഈ യാത്രയൊക്കെ ചെയ്യുന്നെങ്കിലും പ്രാർത്ഥിക്കും, കർത്താവേ തെറ്റിപ്പോയി, ഒരവസരം തരണം. അവസരം തന്നാൽ ഞാൻ സമയം തക്കത്ത്. ഇങ്ങനെ ഇവൻ അവസരം നോക്കി ഇരിക്കുമ്പോൾ ചങ്ങടകളൊക്കെ കടന്ന് മരുഭൂമിയിലോട്ട് കയറി. ഷൂറി വന്നു, എലീമി വന്നു, ആ മാറയിൽ വന്നു, എലീമി വന്നു, സീനിൽ വന്നു, പിന്നെ രബീലിന് കയറി. ഒടുവിൽ സീനായി മരുഭൂമിയിൽ വന്ന് മോശമേളിലോട്ടും പോയി. ഇവര് കാളക്കുട്ടി ഉണ്ടാക്കി പരുവക്കേടായപ്പോൾ ഈ ലേവി പ്രാർത്ഥിക്കും, കർത്താവേ ഒരവസരം തരണം, ഒരവസരം തരണം. യോഗം വെച്ചാൽ ഇവരാരും വരുന്നില്ല, ഇവരുടെ യോഗത്തിന് തന്നെ വിളിക്കുന്നുമില്ല. അവസരം തരണം. തന്നാ സമയം തക്കത്തിൽ ഇങ്ങനെ കാത്തു കെട്ടി നിന്നപ്പോൾ അവൻ മോശം യഹോവയുടെ പക്ഷത്തുള്ളവൻ. ലേവി കണ്ണ് കാണിച്ച് കയറി വരാൻ പറഞ്ഞ അവസരം ദൈവം തരിക, സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. കണ്ണ് കയറി വരാൻ പറഞ്ഞു. എന്നാ ലേവിയരെല്ലാം കൂടെ കയറി വന്നു. മോശ പറയുക, ഒരു മയവും വേണ്ട, വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. അയ്യോടാ, ലേവി വാളെടുത്ത ഒരു അച്ഛൻ മുതൽ നാളെ ഞങ്ങളുടെ കുട്ടനാടൻ ഭാഷ പറഞ്ഞ അറിഞ്ഞു. ഒന്നാം ഈ യോഗത്തിന് വിളിക്കാത്തതിന്റെ ഇമാരി അന്വേഷണം വരാത്തതിന്റെ കലിപ്പുമുണ്ട്, വിളിക്കാത്തതിന്റെ ചൊരുക്കും. എന്നാ കിട്ടിയ അവസരമാണ്. അച്ഛൻ മുതൽ അറിഞ്ഞെന്ന് പറഞ്ഞാൽ നിന്നറിയുക. ഈ വിഷയത്തെ പറ്റി മോശ പറഞ്ഞൊരു പദമുണ്ട്, വായിച്ച് നമുക്കങ്ങ് നിർത്താം. 33-8 മുതൽ വായിച്ച് ആ ആവർത്തന പുസ്തകം 33-8 മുതൽ ഈ സംഭവം മോശ പണിനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ ഗോത്ര സമുച്ചയങ്ങളെ അനുഗ്രഹിച്ചു വരുന്ന കൂട്ടത്തിൽ ഈ വിഷയം എടുത്ത് പ്രസ്താവിക്കുന്നത് 33-8. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മിയും നിന്റെ ഊറിലും നിന്റെ ഭക്തന്റെ മക്കൾ ഇരിക്കുന്നു, നീ മസയിൽ വെച്ച് പരീക്ഷ കലകജലത്തിൽ പോരുകയും ചെയ്തവന്റെ പക്കത്തന്നെ. അടുത്ത വാക്യം, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ വെട്ടാൻ അങ്ങോട്ട് വാളെടുത്തപ്പോൾ അപ്പനാണോ അമ്മയാണോ ഒന്നും നോക്കിയില്ല. എന്ന് പറഞ്ഞ കാളയുടെ കൂടെ നിൽക്കുന്ന സകല എണ്ണത്തിനും വെട്ടുക. അവന്റെ അപ്പനമ്മ, അയ്യോ അത് അച്ചാച്ചനായിരുന്നു, ഉപ്പാപ്പൻ, ഇത് കൊച്ചപ്പൻ, ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവര്, കുടുംബയോഗത്തിന്റെ അവൻ വാളെടുത്ത് വീട്ടി. അപ്പനൊന്നും അമ്മയൊന്നും. ഈ റോമാലേഖനത്തിൽ വാക്യമുണ്ട്, വെറുതെ അല്ലല്ലോ വാൾ വഹിക്കുന്നേ, വെറുതെ അല്ലല്ലോ. വായിക്കുമ്പോ അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഇവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് വായിച്ച സഹോദരി, അവരെ ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതൊന്നും നോക്കരുത്. വാളെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും, അയ്യോ ഇതെന്റെ അപ്പനാ, അതെന്റെ അമ്മയാ, അതെന്റെ വെമ്പളയാ, ഇതെന്റെ ഇറക്കനാ, ഇതെന്റെ അനിയൻ, ഇതെന്റെ ഫസ്റ്റ് കസിൻ, ഇത് ഞങ്ങളുടെ കുടുംബം, ഇതൊന്നും ശുശ്രൂഷ. അതൊക്കെ വീട്ടിൽ സഭയ്ക്കകത്ത് വരുമ്പോൾ തിരുവചന വ്യാപനമാണ്. എന്നാ മിക്ക സഭയിലും ഒക്കെ പ്രശ്നം വരുന്നത്? സ്തോത്രം. അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല. പിന്നെ അങ്ങനെ ആദരിച്ചില്ല. പിന്നെ സ്വന്തം മക്കളെന്ന് ഓർത്തില്ല. പിന്നെ എന്തോ ചെയ്തേ? നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തു. ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. വചനം
ഓടിച്ചങ്ങ് നിർത്തുക. ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. മറ്റ് 11 ഗോത്രങ്ങളും അടച്ചും മടിച്ചും അകന്നും മാറിയൊക്കെ നിന്നപ്പോൾ ലേവി ഇടംബലം നോക്കാതെ കയറി ഇങ്ങോട്ട് വന്ന് വാളെടുത്ത് വെച്ച് വെട്ടി. അപ്പനെ നോക്കിയില്ല, അമ്മയെ നോക്കിയില്ല, സഹോദരങ്ങളെ നോക്കിയില്ല, മക്കളെന്ന് ഓർത്തില്ല. കണ്ണടച്ച് പിടിച്ച് കാര്യം നടത്തിയപ്പോൾ ദൈവം തമ്പുരാൻ ചെയ്ത പരിപാടി മോശയെ കൂടി പറയാൻ അടുത്ത വാക്യം വായിച്ച സഹോദരി. അവർ യാക്കോബിന് നിന്റെ വിധികളും, അയ്യോ, ഈ ലേവി ഇനി യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 49:5 അപ്പൻ പ്രാഗി ശപിച്ച ശാപത്തിന്റെ കെട്ടടിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് ശാപത്തിന്റെ കെട്ടടിയ. എന്തു പറഞ്ഞത്? ഇവന്റെ യോഗത്തിന് ആരും ചെല്ലത്തിൽ, ഇവനെ യോഗത്തിന് വിളിക്കില്ല. പക്ഷെ ഇപ്പൊ നേരെ പ്ലേറ്റ് തിരിച്ചു. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. എങ്ങനെയുണ്ട്? യോഗത്തിന് ഇവനെ വിളിക്കരുതെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ തിരിച്ചു പറയാം, അവനിനി ഉപദേശിക്കുമെന്ന്. ഇതാ ദൈവത്തിന്റെ പദ്ധതി. ഇവന്റെ യോഗത്തിന് പോകരുത്, ഇവനെ വിളിക്കരുതെന്ന് പറഞ്ഞ ശാപം കിടക്കുന്ന ആ ശാപത്തിന്റെ കെട്ട് പൊട്ടിച്ചു പറയാ, അതൊക്കെ ഞാൻ പൊട്ടിച്ചു, ഇനി അവനായിരിക്കും നിന്നെ ഉപദേശിക്കുന്നത്. 11 ഗോത്രങ്ങളെയും ഉപദേശിക്കാൻ ഞാൻ അവനെ തെരഞ്ഞെടുത്തു. അടുത്തത് വൈര് 30 നാറ്റിച്ചെന്നല്ലേ പറഞ്ഞത്, ഇപ്പത്തെ സുഗന്ധമാക്കി. 34:30 അപ്പനെ നാറ്റിച്ചു വിഷമത്തിലാക്കി. ആ നാറ്റക്കേസിനെ ദൈവം മാറ്റി അവൻ സുഗന്ധമാക്കി. ഈ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ, ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടാൽ, ഈ രാത്രി സ്നാനപ്പെടാൻ തീരുമാനിച്ചാൽ, ഈ രാത്രി അഭിഷേകത്തിനായി കാത്തിരുന്നാൽ, നിന്റെ ശാപത്തെ ഇന്ന് രാത്രി അനുഗ്രഹമാക്കും. നിന്റെ കുടുംബത്തിന്റെ ബന്ധനത്തെ ഇന്ന് രാത്രി അർത്ഥമാക്കും. ഇത് സുപ്രസാദകാലമാണ്, ഇത് രക്ഷാദിവസമാണ്. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, യേശുവിന് ഹൃദയം കൊടുക്കണം. ഈ ദൈവത്തിന്റെ പൈതലാണ്. നിന്ന് പറഞ്ഞാൽ സമയം പോയെന്നറിയാം, എന്നാൽ ഇത് കേട്ടോണ്ടങ്ങ് പോ. നിന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നുകൂടെ പലവന്ന് വായിച്ചു. പേരെന്തുവാ? സ്റ്റേലിൻ. നന്നായിട്ട് വായിക്കുന്നുണ്ട്. വായിക്കും സ്റ്റേലിനെ. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. ഇവന്റെ യോഗത്തിന് പോകരുത്, വിളിക്കരുതെന്ന് പറയാ. ഇനി അവനായി യാഗം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ രൂപാൻ ഗോത്രത്തിലെ അവരാജായൻ അയവറക്കാത്ര പോ. ഞാൻ കളിയിക്കുകയാന്ന് പറഞ്ഞാലൊന്നും ഇവിടെ, ഞാൻ പൂതിയോട്ടയാന്ന് പറഞ്ഞാലൊന്നും കേൾക്കുകയല്ല. ലേവി അതിനെ തീരുമാനിക്കുന്നു. സ്തോത്രം. ഞാൻ പോളച്ചെറുക്കലെയാന്ന് പറഞ്ഞാല്, ഞാൻ മുളമൂട്ടിലെയാ. അറിയാം, മുളമൂട്ടിലെ കുഞ്ഞാന്നേലും വലുതാന്നേലും ലേവി തീരുമാനിക്കുന്നു. ലേവി ഇതിൽ തീരുമാനിക്കും. അവന്റെ ശാപത്തിന്റെ കെട്ടടിച്ചിരിക്കുക. അവന്റെ ധനത്തെ ഭൗതിക നന്മ കൊടുക്കുക. 1 ശാപത്തിന്റെ കെട്ടടിച്ചു, 2 ദുർഗന്ധത്തെ സുഗന്ധമാക്കി, 3 ധനത്തെ അനുഭവിക്കുക. ഞാനെപ്പോഴും പറയും 12 ഗോത്രങ്ങളാ. ദശാംശം 10-1. 100 രൂപ വെച്ചാണെങ്കിൽ 10-1 പള്ളി കൊണ്ടുവരുമ്പോ എത്രയാകും പള്ളിയില്? ഉറക്കെ പറ. 1200. 10 രൂപ വെച്ചു. 10 മതി. 100-ന് 10 അല്ലേ? 120. ആ 120 ആർക്കുള്ളതാ? ലേവിക്ക്. കൊടുത്ത പള്ളിക്ക് എത്ര ഉണ്ട്? 90. 100 കിട്ടിയവൻ 10 ഇവിടെ കൊണ്ടുവന്നു. അവന്റെ 90. 12 ഗോത്രക്കാര് 10 വെച്ച് വന്നപ്പോ ഇവിടെ 100 ധനത്തെ അനുഗ്രഹിച്ചോ? സ്തോത്രം. നീ സമയം തക്കത്തിൽ ഉപയോഗിച്ച സകല കെട്ടും ദൈവം പൊട്ടി. ദൈവം നിന്നെ ഉയർത്തും. മലാക്കി 2:7 പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അതരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കും. ലേവിയോട് ചോദിക്കണം. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും വകതിരിച്ചു കൊടുക്കണം. ആവർത്തനം 10:8 വായിക്കാൻ നേരമില്ലാത്ത ലേവിയെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുക. ഇന്ന് രാത്രി നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ
നിന്റെ പേര് നിന്റെ കുടുംബത്തിലും എന്ന ശാപത്തെ ദൈവം അടിക്കും. ദുർഗന്ധത്തെ സുഗന്ധമാക്കി തീർക്കും. നിന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും. നീ പോകുന്നിടത്തുനിന്ന് ഒരു ദോഷം വരികയില്ല. ദോഷം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ നിനക്ക് പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. ഇന്ന് രാത്രി എന്റെ പ്രിയരെ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. ധാരാളം ഒത്തിരി ഉണ്ട് പറയാൻ, വേറെ ഭാഗങ്ങൾ അതൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. സമയം പോയിട്ടും നിങ്ങളെല്ലാം ഇത്രയും സഹകരിച്ചിരുന്നല്ലോ, സഹകരിച്ചല്ലോ. വാക്യം വായിച്ച സഹോദരിമാരൊക്കെ നന്നായിട്ട് വായിച്ചു, പാട്ടുമൊക്കെ പാടി. ഇത് ക്യാമറൊക്കെ ഞങ്ങളുടെ ശ്രീനിവാസ് വന്ന് ചിഞ്ചിലെന്ന എന്തു ആയിക്കോട്ടെ നന്നായിട്ട് പാടി. നിങ്ങളെല്ലാം എല്ലാവരും സഹകരിച്ചു, ശുശ്രൂഷയിൽ സഹകരിച്ചു. നന്ദി. നിങ്ങളെ ഓർക്കുമ്പം എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഇന്ന് വരെ നിൽക്കുന്നു. ദൈവകൃപയാണ്, ദൈവത്തിന്റെ മഹത്വം. ഇനിയും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ആവശ്യമാണ്. കൊണ്ട് ദൈവത്തിന് മഹത്വം. എല്ലാ ദിവസവും ദൈവകൃപ കൊണ്ട് പകലും വൈകിട്ടും ഒക്കെ യോഗങ്ങളുണ്ട്. എനിക്കിഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ വീട്ടിലെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല അധികം, എന്ന് വെച്ച് ഉത്തരവാദിത്തമില്ലെന്നല്ല പറഞ്ഞത്. ധാരാളം യോഗങ്ങൾക്ക് പോകാൻ ദൈവം കൃപ തരുന്നു. ഈ കൊല്ലം അലങ്കരിച്ച് പറയാനൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാനാ. 3 ദിവസം 6 കൺവെൻഷന് പ്രസംഗിക്കേണ്ടി വന്നു. കാരണം 2 കൂട്ടരും പിടിവിടുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് അടുത്തടുത്തൊക്കെ ആയതുകൊണ്ട് ഓടി ഓടി നടന്ന് പറയാൻ വിവരക്കേടായി പറയുന്നെന്നാ പറയുന്ന ആയിക്കോട്ടെ. എന്നാലും വിവരക്കേട് കേൾക്കാനും കുറെ പേര് വരുന്നു, പ്രാർത്ഥിക്കാനുമുണ്ട്. പിന്നെ എനിക്ക് സന്തോഷം, ഒത്തിരി പേര് പറയാറുണ്ട്, പാസ്റ്ററെ വിവരക്കേടാണെങ്കിലും അമ്മച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചന്മാരും പറഞ്ഞു, പാസ്റ്ററുടെ പ്രസംഗം കേട്ടാ ഉറങ്ങുന്നു. ആട്ടെ, ഉറക്കമില്ലാത്തവർക്കെല്ലാം ഇത് കേട്ട് ഉറങ്ങാനായിട്ട് ദൈവം അത് ഞാൻ സന്തോഷിക്കുന്ന ആളാണ്. എന്നോട് ഒത്തിരി പേര് പറയാറുണ്ട്, ഞങ്ങൾ ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ പ്രസംഗം കേട്ടാ അപ്പം ക്ഷീണമൊന്നും അങ്ങനെയൊക്കെ ഗുണമായി തരുന്നുണ്ടോ. ഒരിക്കൽ ന്യൂയോർക്കിൽ നിന്ന് കാനഡയിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ നമ്മുടെ യോൺ തോമസ് പാസ്റ്ററെ ന്യൂയോർക്കിൽ നിന്ന് സഭയിലോട്ട് വരണം, ഞാനുണ്ടെന്ന് കൊണ്ട് പുള്ളിയുടെ സഭയാണ്. പുള്ളി അപ്പം എല്ലാവരും പറഞ്ഞ് രാത്രി പോകണ്ട, ന്യൂയോർക്കിൽ നിന്ന് കാനഡയ്ക്ക് വരണം, ടൊറോണ്ടോയിൽ പോകണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ഈ അസമയത്ത് പോകണ്ട, രാത്രി 12 കഴിഞ്ഞു, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണ്ടേ, നയാഗ്ര കൂടി പോകണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവരും നിർബന്ധിച്ചും അദ്ദേഹത്തിന്റെ സഹധർമ്മണി പറഞ്ഞു പോലും നോക്കും. വണ്ടിയിലോട്ട് കയറുമ്പം കാവാനം ഭാഷയുടെ പാട്ടും പ്രസംഗവും ഇട്ടുകൊണ്ട് പോയി എളുപ്പം വരികയാണ്. ഇത് പുള്ളി പറഞ്ഞതാണ് സഭായത്തിൽ. 2 പ്രസംഗം വിട്ട് 5 മണിക്കൂർ കൊണ്ട് പുള്ളി ടൊറോണ്ടോയിലെത്തി. പുള്ളി സഭായത്തിന് പറഞ്ഞതാണ്. വിവരക്കേടായി പറയുന്നെങ്കിലും ചിലർക്കൊക്കെ ഗുണമായിട്ട് വരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുമ്പം ഞാൻ എപ്പോഴും പറയും, സന്തോഷിക്കാൻ കാര്യം മുമ്പേ പറഞ്ഞ പോലെ എന്നെക്കാലം ജ്ഞാനസമ്പൂർണ്ണ സൗന്ദര്യസമ്പൂർണമായ ദൂതന്മാരെ ഈ ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ചു കൊടുത്തില്ല. യാതൊരു ജ്ഞാനവും വിദ്യാഭ്യാസവും സൗന്ദര്യമില്ലാത്ത എന്നെ ഏൽപ്പിച്ചു. 2, ഇതിനൊന്നും നമ്മൾ യോഗ്യരല്ലായിരുന്നു, അവിടുന്ന് യോഗ്യരാക്കി. ഓർത്ത് പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. അല്പം അതിക്രമിച്ച് പറഞ്ഞെന്നറിയാം. എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുക, കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. സമയം തക്കത്തിൽ എന്നെ ക്ഷണിച്ചതിന് ഒത്തിരി നന്ദി. സമയം തന്നതിന് നന്ദി. ജെയിംസ് എനിക്ക് ആദ്യം പിടി കിട്ടില്ല, എന്നോട് ക്ഷമിക്കണേ. ദൈവത്തിന്റെ മഹത്വം. ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ. മരുമകളും നമുക്ക് വേണ്ടപ്പെട്ടതാണ്. ദൈവത്തിന്റെ മഹത്വം. ഒരിടെ വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു ദൈവത്തിന്റെ മഹത്വം. ഈ കർത്തദാസൻ വല്ല കാനഡയിൽ ചെന്നപ്പോൾ നമ്മുടെ സോമഭാഷയുടെ മോന്റെ കൂടെ ഒത്തിരി നാള് പാർത്തു. എല്ലാത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം. പഴയ പാട്ടിന്റെ 2 ചരണം പാടി അങ്ങ് നിർത്താം. 2 ചരണം. എൻ കൺകൾ ഉയർത്തി ഞാൻ നോക്കും
എല്ലാ ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി.